بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على عبدك ورسولك سيدنا محمد وعلى آله وصحبه وسلم تسليما بقدر عظمة ذاتك في كل وقت وحين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا وألحقنا بعبادك الصالحين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم افتح علينا بالحق وأنت خير الفاتحين. اللهم أنت النور فنور بصائرنا بنور معرفتك، وأنت الحق فثبت أقدامنا على صراط هدايتك، وأنت الغني فاغننا بفضلك عمن سواك. عونك اللهم فيما نحاول، وعفوك عن الزلل المداخل، ومددك الممدود لكل متعرض متوسل سائل. وإن شاء الله تعالى നമ്മളിപ്പോഴത്തെ ദർസിൻ്റെ കിതാബ് മുഖററായ കിതാബ് ഇബ്നു ഖാസിം ഫത്ഹുൽ ഖരീബുൽ മുജീബ് ഫി ഷർഹി അൽഫാദ് തഖ്രീബ്. ഈ കിതാബ് ഇബ്നു ഖാസിം റഹിമഹുല്ലാഹു തആലൻ്റെ കിതാബ് മത്നു അബി ഷുജാഇൻ്റെ ഷർഹാണ്. മത്നു അബി ഷുജാഇൻ്റെ രചന ഏതാണ് എന്നുള്ളത്, അതിൻ്റെ പേരെന്താണ് എന്നുള്ളത് ഒരു നിശ്ചയമുള്ളതല്ല. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ മത്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹു തആല. ഖാദി അബൂ ഷുജാ റഹിമഹുല്ലാഹു തആലൻ്റെ പേര് അബൂ ഷുജാ, പേരല്ല ലഖബ്, അബൂ ഷുജാ ഷിഹാബുദ്ദീൻ അബു തയ്യിബ് എന്നൊക്കെ പറയും. അഹ്മദ് ഇബ്നുൽ ഹസൻ, അഹ്മദ് ഇബ്നുൽ ഹസൻ ഇബ്നി അഹ്മദ് ഇബ്നുൽ ഹസൻ ഇബ്നി അഹ്മദ് അൽ അസ്ഫഹാനി റഹിമഹുല്ലാഹു തആല അൽ അബ്ബാദാനി അൽ ബസ്രി റഹിമഹുല്ലാഹ്. ജനനം സിലഫി റഹിമഹുല്ലാ, ശിഷ്യനായ സിലഫി, മുഅ്ജമുസ് സഫറിൽ കാണാൻ പറ്റും. സിലഫി റഹിമഹുല്ലാഹു തആല അബൂ ഷുജാ റഹിമഹുല്ലാനെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ എത്രയിലാണ് ജനിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് 434 ഹിജ്രിയിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്, ബസ്രയിൽ വെച്ചിട്ട്. മാത്രമല്ല എന്നിട്ട് പറഞ്ഞ് എൻ്റെ ഉപ്പവും വല്യുപ്പൊക്കെ അബ്ബാദാനിയിൽ ജനിച്ചിട്ടുള്ളതാണെന്ന്. എവിടെ? അബ്ബാദാന്, അസ്ബഹാനിയിൽ. അത് അബ്ബാദാനി, അതായത് ഉപ്പ ഉമ്മൊക്കെ അബ്ബാദാനിയിലാണ്, വെല്ലുപ്പൊക്കെ അസ്ബഹാനിയിൽ. അബ്ബാദാൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥലം തന്നെ. ഉപ്പവും ഉമ്മൊക്കെ അബ്ബാദാനികളാണ്, ജനനം വെല്ലുപ്പ അസ്ബഹാനിയിൽ ജനിച്ചതാണ് എന്നാണ് പറഞ്ഞത് സിലഫി തങ്ങൾ തന്നെ ചോദിച്ചപ്പോൾ. അപ്പോൾ ഈ അബൂ ഷുജാ റഹിമഹുല്ലാഹു ലോകത്തന്നെ ആ കാലത്തന്നെ അറിയപ്പെട്ട ഒരു ഖാദിയായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഓരോരുത്തുനിന്ന് ഒരു ഹദീസൊക്കെ ഇമാം സിലഫി റഹിമഹുല്ലാഹ് ഓരോരുത്തുനിന്ന് മൻബനാലില്ലാഹി മസ്ജിദൻ മനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ലഹു എന്ന് പറഞ്ഞ ഹദീസ് ഓരോരുത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് ചെയ്ത് അബൂ തമ്മാം മുഹമ്മദ് ബിൻ തൽഹ ബിൻ മുഗീറ അൽ ഖുസാഇ എന്ന് പറഞ്ഞ ആളെത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അബൂ ഷുജാ റഹിമഹുല്ലാഹു തആല. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു വിഷയം പറഞ്ഞാൽ ബുജൈറമിയിൽ കാണാൻ പറ്റും ഒരു 160 വയസ്സിൻ്റെ മുകളിൽ ജീവിച്ചിരുന്നു എന്നുള്ളത്. പക്ഷെ അത് ഗരീബാണ്. കാരണം അതിൻ്റെ ഹറാബത്ത് ഉണ്ടാവുന്ന നമ്മൾ ഉസ്താദ് അബ്ദുൽ ഹക്കീം അനീസ് ഒരു പഴയ കാലത്ത് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞ് അത് ഗരീബാണ്. കാരണം 160 വയസ്സ് ജീവിക്കൽ ഗരീബല്ല. പക്ഷേ 2 അബൂ ഷുജാ ഉണ്ടായിരുന്നു, ഒന്ന് വസീർ, ഒന്ന് ഖാളി. ഒരാളെ ജനനം മറ്റാളെ മരണം കൂടി ഒരുമിച്ചപ്പോൾ വന്നതാണ് ഈ 160. ഇല്ല. ഇമാം സിലഫി റഹിമഹുല്ലാഹു പറഞ്ഞ് 500 ഹിജരിയിൽ മൂപ്പര് ജീവിച്ചിരുന്നായിരുന്നു. അതിന് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വഫാത്തായി എന്നാണ് അറിഞ്ഞത് എന്നുള്ളത്. അപ്പം 500 ചില്ല ബഅദൽ 500 അത്രേ പറയാൻ പറ്റുള്ളൂ. സുബ്കി റഹിമഹുല്ലാ 6-ാം നൂറ്റാണ്ടിലാണ് വഫാത്തായെന്ന് അറിഞ്ഞത്. അതായത് 500 ഹിജരിയിൽ അത്രയാണ് സുബ്കി ഇമാം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓരോ ശിഷ്യന്മാരിൽ നിന്നാകെ സിലഫിനെ അറിയപ്പെട്ടിട്ടുള്ളൂ. കാരണം മുഅ്ജമുസ് സഫറിയിൽ സിലഫി പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ഉസ്താദുമാരിൽ നിന്ന് അബൂ തമ്മാം മുഹമ്മദ് ബിൻ തൽഹ എന്ന് പറഞ്ഞ ആളെ അറിയപ്പെട്ടിട്ടുള്ളൂ. അതും സിലഫി റഹിമഹുല്ലാഹു അബൂ ഷുജാഇൻ്റെ അടുത്ത് ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ അബൂ ഷുജാ പറഞ്ഞ് ഇന്നോട് അബൂ തമ്മാം പറഞ്ഞെന്ന് അവരെ സനദ് ഉദ്ധരിച്ചിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ആ എഴുതി വെച്ചതെന്നാണ് നമുക്ക് അബൂ തമ്മാം ഉസ്താദ്. അല്ലാത്തൊരു ശിഷ്യനെ ഉസ്താദിനെ നമുക്കറിയില്ല, ഓരെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റൂല. അപ്പോൾ അങ്ങനെയാണ്. മത്നു അബി ഷുജാ പഴയ കാലം മുതലേ ദർസിയായ കിതാബാണ്.
ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെട്ട ദർസിയായ ഒരു കിതാബാണ്. അബൂ ഷുജാ റഹിമഹുല്ലാഹിൻ്റെ ജീവിതകാലത്തിന് അതായത് ആ കാലത്തിന് ശേഷം അതിനെക്കുറിച്ചിട്ട് ഓരോ കിതാബ് അങ്ങനെയാണ് എന്നുള്ളത് എല്ലായിടത്തും അറിയപ്പെട്ടതാണ്. ഏറ്റവും പഴക്കം ഉള്ള ഷർഹ് കണ്ടിട്ടുള്ളത് 675 ഷർഹാണ്. അൽ ഇഖ്ബാറു ഫി ഹല്ലി അൽഫാദി ഗായത്തിൽ ഇഖ്തിസാർ എന്ന് പറഞ്ഞ അബുൽ ഫിത്യാൻ അഹമ്മദ് ബിൻ അലി അൽ ഹസനി അൽ ബദവി എന്ന് പറഞ്ഞ ആളെ കിതാബ്. അതാണ് ഏറ്റവും പഴക്കമുള്ള കിതാബായിട്ട് കണ്ടിട്ടുള്ളത് ഷർഹിൽ. അതിൻ്റെ മുമ്പ് ഷർഹ് ഉണ്ടാവും, പക്ഷെ കണ്ടതിൽ ഏറ്റവും പഴക്കമുള്ളത് 675 ഹിജ്രിയിൽ വഫാത്തായ ആളത്. അതായത് രചിച്ചതിന് ശേഷം 100 വർഷത്തിൻ്റെ ഉള്ളിലാണ് അടുത്ത രചന വരുന്നതെന്ന്. അൽഫാദി ഗായത്തിൽ ഇഖ്തിസാർ. ഓരോ അബൂ ഷുജാഇൻ്റെ കിതാബിൻ്റെ മേലിൽ 50ൻ്റെ മുകളിൽ ഷർഹുകളും 50 പോരാ 100ൻ്റെ മുകളിൽ ഷർഹുകളും ഹവാഷികളും ഉണ്ട് വെറും ഈ കിതാബിൻ്റെ മുകളിൽ. ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്ക് തന്നെ കുറേ ഷർഹുണ്ടല്ലോ. മുഹമ്മദ് ഹസൻ ഐത്തോൻ്റെ മകളായ ഷിഫാന് ഒരു ഷർഹുണ്ട്, ഇംതാ ഫി ഹല്ലി അൽഫാദി അബി ഷുജാ എന്ന് പറഞ്ഞിട്ട് ഒരു ഷർഹുണ്ട്, ചെറിയ ഷർഹ. അതിൽ അറിയപ്പെട്ട ഷർഹുകൾ ഇപ്പോൾ ഉള്ളത് ഒന്ന് മത്തൻ അബി ഷുജാഇൻ്റെ അറിയപ്പെട്ട ഷർഹ് ഉള്ളത് ഒന്ന് നമ്മളെ ഇബ്നു ഖാസിമിൻ്റെ ഷർഹ്. പിന്നെ കേരളത്തിൽ താനൂരിലൊക്കെ ഞാൻ പുൽഖീനി ഇമാമിൻ്റെ ഷർഹ് കണ്ടായിരുന്നു. അതിപ്പോൾ അടുത്ത കാലത്ത് പ്രിൻ്റ് ആയിട്ടുണ്ട്. താനൂരിൽ അതിൻ്റെ ഒരു ഈത്തുവൃത്തിയുണ്ട്. അതുപോലെ തന്നെ അറിയപ്പെട്ട ഹിസ്നി ഇമാമിൻ്റെ ഷർഹ് കിഫായത്തുൽ അഖിയാർ അറിയപ്പെട്ട ഒരു കിതാബാണ്. അതുപോലെ തന്നെ അറിയപ്പെട്ടതാണ് നമ്മളെ ഇഖ്നാ, ഷിർബീനി ഇമാമിൻ്റെ ഇഖ്നാ. മത്ൻ അബി ഷുജാഇൻ്റെ ഷർഹാണ്. അത് ഇതിനെക്കാട്ടും വലിയ ഷർഹാണ്. അത് മുതവസ്സിത്ത്, അത് മുബ്തദിഈൻ്റെ അവസാനം എത്തുമ്പോഴും മുതവസ്സിത്തിൻ്റെ തുടക്കത്തുമ്പോഴും അത് തിരിയുള്ളൂ. അത് ഒറ്റക്ക് വായിച്ചത് തിരിയൂല. ഹിസ്നി ഇമാമിൻ്റെത് റഹിമഹുല്ലാഹു തആല. ഹിസ്നി 829 വഫാത്തായ ഹിസ്നി തങ്ങളത്. വേറെ കുറേ കിതാബുകൾ ഉണ്ട്, വേറെ കുറേ ഷർഹുകളുണ്ട്. ഇതാണ് ചുരുക്കം പറയുന്നത്. മാത്രമല്ല ഇതിലുള്ള ഹദീസുകൾ രചിച്ചിട്ടപ്പെടുത്ത കാലത്ത് മുസ്തഫ അൽ ബുഖ എന്ന് പറഞ്ഞിട്ട് ഉള്ള ആൾ ഈ ഇതിലത്തെ കാര്യങ്ങൾ പറയുന്ന ഇതിൽ പറയുന്ന മസാലത്തിൻ്റെ ഹദീസുകൾ ഒരു കിതാബിൽ അത്തദ്ഹീബ് ഫി അദില്ലത്തി മത്ൻ ഗായത്തി വത്തഖരീബ് എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. അത്തദ്ഹീബ് മത്നിൽ ഗായത്തി വത്തഖരീബ്. മാത്രമല്ല ഈ കിതാബിൽ വന്നിട്ടുള്ള ഹദീസുകൾ തഖ്രീജ് ചെയ്തിട്ട് അബ്ദുൽ അസീസ് സിദ്ദീഖ് ഖുമാരിന് ഒരു കിതാബുണ്ട്, അൽ ഇൽമാ ബി അദില്ലത്തി മത്നി അബി ഷുജാ എന്ന് പറഞ്ഞിട്ട്. അത് പോരാതെ മത്ൻ അബി ഷുജാഇനെ ഇഖ്തിസാർ ചെയ്ത ആൾക്കാരുണ്ട്. മത്ൻ അബി ഷുജാഇൻ്റെ ഷർഹ് ചെയ്തലും ആശയത്ത് ചെയ്തലും പോരാതെ അതിനെ മുഖ്തസറിനെ ഇഖ്തിസാർ ചെയ്ത ആൾക്കാരുണ്ട്. അതിലേറ്റവും ആദ്യമായിട്ട് അറിയുന്ന തദ്രീബുൽ വാമിഖ് ഫി മുആമലത്തിൽ ഖലായിഖ് എന്ന് പറഞ്ഞ ഷുഐബ് ഇബ്നു ഇസ്മായിൽ അൽ കയാലി അൽ റിഫായി 1172 വഫാത്തായ ആൾ. ഓരോ കിതാബുണ്ട്. വാമിഖ് ഫി മുആമലത്തിൽ ഖലായിഖ്. അതുപോലെ തന്നെ ഇഖ്തിസാറുൽ ഗായ വ ബുലൂഗുൽ ഇനായ എന്ന് പറഞ്ഞ മല്ലവിക്ക് ഒരു കിതാബുണ്ട്. അഹ്മദ് ബിൻ അബ്ദുൽ ഫത്താഹ് അൽ മുജീരി അൽ മല്ലവി 1181 വഫാത്തായ ആൾ. ഇത് ഇഖ്തിസാർ മുഖ്തസർ അബി ഷുജാഇനെ ഇഖ്തിസാർ ചെയ്തത്. അതുപോലെ മുഖ്തസർ അബി ഷുജാഇനെ ബെയ്ത്താക്കിയ ആൾക്കാരുണ്ട്. ഇംരീത്തി തദ്രീബ് നിഹായത്തു തദ്രീബ് ഫി നദ്മി ഗായത്തി തഖ്രീബ് ഏറ്റവും അറിയപ്പെട്ട നദ്മാണത്. അതുപോലെ തന്നെ അതിൻ്റെ ഒക്കെ മുമ്പ് ഇബ്നുൽ അജ്മി റഹിമഹുല്ലാ 727 വഫാത്തായിട്ടുള്ള ഓർക്ക് ബെയ്ത്തുണ്ട്. വിഷീത്തിക്ക് ബെയ്ത്തുണ്ട്. ഇപ്പം അടുത്ത കാലത്ത്
ഇസ്മായിൽ ഖുൽഹാനി എന്ന് പറഞ്ഞ ഒരാളെ ബെയ്ത്ത് കണ്ടായിരുന്നു ഈ കിതാബിൻ്റെ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അതിൻ്റെ ഗരീബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്മായിൽ ഖുൽഹാനിൻ ബെയ്ത്ത് ആരും ഉദ്ധരിച്ചത് ഞാൻ കണ്ടിട്ടില്ല. ഖുൽഹാനി എന്ന് പറയുന്നത് ഇന്ത്യക്കാരനാണ്. പിന്നീട് മക്കത്ത് വഫാത്തായ ആളാണ്. മക്കത്ത് വഫാത്തായ ആളാണ്. ആര്? ഇസ്മായിൽ ഖുൽഹാനി എന്ന് പറയുന്ന ആൾ. ഓർക്കൊരു നദ്മുണ്ട്. ആ നദ്മ് നല്ലൊരു നദ്മാണ്. ഒന്ന് വേറൊരു കിതാബിൽ അങ്ങനെ ഒരു നദ്മുണ്ട് എന്ന് എഴുതപ്പെട്ടത് ഞാൻ കണ്ടിട്ടില്ല. നബി ഷുജാഇൻ്റെ നദ്മുണ്ട്. മുബർക്ക് നുഖ്ബത്തുൽ ഫിക്റിൻ്റെ നദ്മുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ ഹദീസിലത്തെ. ഇതിൻ്റെ ഒരു ഗരീബ് എന്ന് പറഞ്ഞാൽ അഹ്മദ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ ഉപ്പാടെ കയ്യെഴുത്ത് അയിമൽ ഞാൻ കണ്ടിട്ടുണ്ട്. അഹ്മദ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ ഉപ്പ 1028 ഹിജ്രിയിൽ, അതായത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വലിയ മഖ്ദൂം തങ്ങളെ വഫാത്തിൻ്റെ ആ കൊല്ലം, ഒന്നുമല്ല വഫാത്തിൻ്റെ മുമ്പോ ശേഷമോ ആയിരിക്കണം, ആ കൊല്ലം തുഹ്ഫത്തുൽ വർദിയ നഹ്വിയിൽ ഓതിക്കഴിഞ്ഞിട്ട് അടുത്ത കിതാബായിട്ട് ഈ കിതാബ് ഞാൻ ഓതി തുടങ്ങുന്നു എന്ന് എഴുതിയിട്ട് മൂപ്പരൊരു കുറിപ്പ് ഞാൻ ഒരു എഴുത്ത് ഈ ഇസ്മായിൽ ഖുൽഹാനിൻ്റെ എന്താണ് പറയുക നബി ഷുജാഇൻ്റെ നദ്മിൻ്റെ ചൊട്ടമ്മിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടേക്കണം. ഖുൽഹാൻ അത് സ്റ്റേറ്റ് നോക്കണം, അങ്ങോട്ടേക്കാണ്. അപ്പോൾ അയ്മൽ മൂപ്പര് പേര് എഴുതിയിട്ടുള്ളത് ഇബ്നു സൈനുദ്ദീൻ ഖസാലി യാ ഇല്ലാണ്ട് അങ്ങനെയാണ് മൂപ്പര് പേര് എഴുതിയിട്ടുള്ളത് റഹിമഹുല്ലാഹു തആല. അതൊരു ഗരീബായ ഒന്നാണ്. അത് എല്ലാവരും പറയുന്നത് അഹ്മദ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ഉപ്പ മുഹമ്മദ് അൽ ഖസാലി എന്നറിയുന്ന ആൾ വഫാത്തായത് 955 എന്നാണ് എല്ലാവരും ഇത്തിഫാഖായിട്ട് പറയുന്നത്. ഏതുവരെ നെല്ലിക്കുത്ത് ഉസ്താദ് മുഹമ്മദ് അലി നെല്ലിക്കുത്ത് ഉസ്താദും ബാക്കിയുള്ള ലോകത്ത് ഇപ്പോൾ കേരളത്തിൽ എഴുതണവരൊക്കെ എല്ലാവരും അങ്ങനെ എഴുതണം. പക്ഷേ ഞാൻ പറയുന്നു 957 വഫാത്ത്. കാരണം അഹ്മദ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ കയ്യെഴുത്തോണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഉപ്പ വഫാത്തായത് 957 അതൊരു തഹ്ഖീഖ, വേറൊരു കിതാബിൽ കാണില്ല. അത് ഞാൻ എൻ്റെ തറാജുൽ അതൊക്കെ അതൊന്നും വേറെ എവിടെയും കിട്ടാത്ത ഈ ഫക്കീറിന് അള്ളാഹു തൗഫീഖ് എന്നിട്ട് തന്നിട്ടുള്ളതാണത്. ഇനി ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ്. ആരാണ് ഇബ്നു ഖാസിം? ഷംസുദ്ദീനി അബു അബ്ദില്ലാഹി മുഹമ്മദ് ഇബ്നു ഖാസിം, ഉപ്പാടെ പേരാ ഖാസിം, അൽ ഖസ്സി സുമ്മൽ ഖാഹിരി, പിന്നെ കൈറോയിൽ വന്ന് താമസിച്ചു. അഷാഫിഈ ഇബ്നു ഖറാബീലി എന്നറിയപ്പെടും. ഒരു ജനനം റജബ് മാസത്തിലാണ്, ഏകദേശം 859 ഹിജ്രിയിലാണ്. ഗസ്സ വെച്ചിട്ടാണ് ജനനം. ആര്? ഇബ്നു ഖാസിം റഹിമഹുല്ലാഹു തആല. ഒരു പഠനം ഖുർആൻ കാണാണ്ട് പഠിച്ച്, ഷാത്തിബിയ കാണാണ്ട് പഠിച്ചിട്ടുണ്ട്, ജംഉൽ ജവാമി കാണാണ്ട് പഠിച്ചിട്ടുണ്ട്, അൽഫിയത്തുൽ ഹദീസ് പഠിച്ചിട്ടുണ്ട് ഇറാഖിൻ്റെ, അതുപോലെ തന്നെ മിൻഹാജ് പഠിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് ഇതൊക്കെ കാണാണ്ട് പഠിക്കൽ അസാസും നിർബന്ധമായ ഒരു കാര്യമാണ്. ഒരാൾക്ക് അഫു ഇല്ലാത്ത നിർബന്ധമായ കാര്യമാണ് ഇതൊക്കെ കാണാണ്ട് പഠിക്കൽ. മിൻഹാജ് കാണാണ്ട് പഠിക്കണം. ഇതൊക്കെ ജമുൽ ജവാമൊക്കെ തർജുമ എടുത്തൊക്കെ എല്ലാവരും ഉലമാക്കളാന്ന് പറഞ്ഞവരെ ലിസ്റ്റിൽ ഇതുമല്ല ഇതിനപ്പുറം കാണാണ്ട് പഠിച്ചു എന്നുള്ളത് കാണാൻ പറ്റും. കാണാണ്ട് പഠിക്കൽ ഒരു അസാസാണ്. താലിബുൽ ഇൽമ അറ്റ്ലീസ്റ്റ് എല്ലാ ഫന്നിലും ഒരു മത്തിനെങ്കിലും പഠിക്കുക, കാണാണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം എന്ന്. അല്ലാത്തൊരു ഇൽമിന് ഫിഖത്തില്ല എന്നാണ് പറയാറ് ഉലമാക്കൾ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മറന്നു പോകാം, പ്രായത്തിനനുസരിച്ചിട്ട് മറന്നു പോകാം, മറവി വരാം, ഉറപ്പില്ലാതിരിക്കാം. ഈ ഹിഫ്ദ് ഒരു ഇൽമിനെ ഉറപ്പിച്ചു വെക്കും. മാത്രമല്ല ആൾക്കാർ തെറ്റിച്ചാൽ തെറ്റാം ഇയാൾക്ക്. ഹിഫ്ദ് ഇല്ലാത്തോടത്തോളം കാലം ഹിഫ്ദ് ഒരു അസാസാണ്. ഓരോരുത്ത് ഷിഹാബ് അബ്ഷീഹി റഹിമഹുല്ലാഹു വലിയ ആലിമാണ്. ഒരു മിൻഹാജിനൊക്കെ ഷർഹുള്ള ഒരാളാണ് ഷീഹി റഹിമഹുല്ലാഹു തആല. ഓരോരുത്ത് കുറേ സ്വഹബത്ത് ഉണ്ടായിരുന്നു ഇബ്നു ഖാസിം റഹിമഹുല്ലാഹു തആല. ഇബ്നു ഖാസിം റഹിമഹുല്ലാഹുവിൻ്റെ ഒരു ഉസ്താദും കൂടിയാണ് സഖാവി.
ഇബ്നു ഹജർ തങ്ങളുടെ ശിഷ്യന് സഹാവി റഹിമുല്ലാഹുവിൻ്റെ കിതാബ് ലൗഉൽ ലാമിഇൽ ഇബ്നു ഖാസിമിനെ കുറിച്ചിട്ട് എന്തുണ്ട്, ഒരു ഉദ്ധരണുണ്ട്. ഇബ്നു ഖാസിമിന് ഒരു ഷർഹുണ്ട്, ഷർഹുൽ അഖായിദിൻ്റെ മേലൊരു ഹാഷിയത്തുണ്ട്. അതുപോലെ തന്നെ സഞ്ചാൻ്റെ മേലൊരു ഹാഷിയത്തുണ്ട്. തഫ്തസാനിൻ്റെ ഷർഹുണ്ടല്ലോ സഞ്ചാൻ്റെ മേലിൽ, അതിൻ്റെ മേലിൽ ഒരു ഹാഷിയത്തുണ്ട് ഇബ്നു ഖാസിം റഹിമഹുല്ലാഹു തആലക്ക്. ഇബ്നു ഖാസിം റഹിമഹുല്ലാഹിനെ കുറിച്ചിട്ട് കവാക്കിബ് സായിറയിൽ പറയുന്നു, ഒരു ഭയങ്കര ഹൈബത്തുള്ളൊരു മനുഷ്യനായിരുന്നു. ഓരോ ശബ്ദം ഭയങ്കര മാധുര്യമായ ശബ്ദമാണ്. നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര നീണ്ടാലും ആൾക്കാർക്ക് നീണ്ടു തോന്നില്ല ആ സൗണ്ടിൻ്റെ മാധുര്യത്തോടെ കാരണത്താൽ. ഇത് കവാക്കിബ് സായിറ ഇത് എന്തിൻ്റെ ഒരു പറഞ്ഞുതരാം. ഒരു ഗീബത്ത് പറഞ്ഞതായി ഒരു വട്ടം പോലെ ഗീബത്ത് പറഞ്ഞതായി കണ്ടിട്ടില്ല എന്നാണ്. ഒരു ഉസ്താദുമാർ വലിയ വലിയ ആലിമീങ്ങളായിരത്തെ ഒരാളാണ് സഹാവി റഹിമഹുല്ലാഹു തആല. ഉസ്താദാണ്, ഇബ്നു ഖാസിമിൻ്റെ ഉസ്താദാണ്. 859 ഹിജ്രിയിൽ ഗസയിൽ. അതുപോലെ തന്നെ ഓരോരു ഉസ്താദാണ് മുഹമ്മദ് ബിൻ അബീ ബക്കർ അൽ ഹിംസാനി റഹിമഹുല്ലാഹ്. ഓരോരുത്തുനിന്ന് ഖുർആൻ ഖിറാഅത്തോടെ ഓതിയിട്ടുണ്ട്. 10 ഖിറാഅത്ത് ഓതിയിട്ടുണ്ട്. പക്ഷേ സൂറത്തുൽ ഹിജ്ർ വരെ ഓതിയിട്ടുള്ളൂ. ബഖറ മുതൽ ഹിജ്ർ വരെ ഓതി നിർത്തി 10 ഖിറാഅത്തിൽ. നമ്മളെ ഉലമാക്കളെ തർജുമൊക്കെ എടുത്ത് നോക്കിയാൽ കൃത്യമാണ് ആരെടുത്ത് എത്ര ഏത് ദിവസം എത്ര വരെ ഓതി എന്നുള്ള കൃത്യമായി രേഖപ്പെടുത്തും. ഈ സൂറത്ത് ഹിജ്ർ വരെയാണ് ഓതിയിട്ടുള്ളൂ ഹിംസാനിൻ്റെ അടുത്തുനിന്ന്. അതുപോലെ തന്നെ കമാൽ ഇബ്നു അബി ഷരീഫ് റഹിമഹുല്ലാഹു തആല അറിയപ്പെട്ട ആളാണ്. ഓരോരുത്തുനിന്ന് ജമുൽ ജവാമിഇൻ്റെ മേലിൽ മഹല്ലിൻ്റെ ഷർഹ് ഉണ്ടല്ലോ, അത് ഓതിയിട്ടുണ്ട്. ആര്? ഇബ്നു ഖാസിം റഹിമഹുല്ലാഹു തആല. അതുപോലെ തന്നെ വേറെ കിതാബുകൾ ഓതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ ഇബ്നു ഹുസൈൻ അൽ അബ്ബാദി റഹിമഹുല്ലാഹ് എന്നറിയുന്ന ഒരു പണ്ഡിതൻ ഓരോരുത്തുനിന്നും ഫിഖ് ഓതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹു തആല. അതുപോലെ തന്നെ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ അബ്ദുൽ മുൻഇം അൽ ജൗജരി റഹിമഹുല്ലാഹ് അറിയപ്പെട്ട ആൾ ഓരോരുത്തുനിന്ന് ഉസൂൽ ഫിഖും അറൂദൊക്കെ ഓതിയിട്ടുണ്ട്. എല്ലാ കാലത്തും അറൂദ് എത്ര 400 ഹിജ്രി മുതൽ തന്നെ ഓതി വരുന്ന ഫന്നാണ് അറൂദ് ഓതണ കിതാബല്ലേ. നിർബന്ധമാണല്ലോ, ഉലമാക്കൾ അത് നിർബന്ധമായിട്ട് പഠിച്ചിരുന്ന ഒരു ഫന്നാണല്ലോ. അതുപോലെ തന്നെ അലി ബിൻ മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ ഹിസ്നി റഹിമഹുല്ലാഹു തആല ഓരോരുത്തരും ഷർഹുൽ അഖായിദും ഇതൊക്കെ ഓതിയിട്ടുണ്ട്. ഷർഹുൽ അഖായിദും ഷർഹ് തസ്രീഫ് തഫ്തസാനിൻ്റെ ഷർഹ് തസ്രീഫ് ഒക്കെ ഓതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിബ്തുൽ മാർദീനിൻ്റെ അടുത്തുനിന്ന് ഇൽമുൽ ഫറായിദ് ഓതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈനുദ്ദീൻ ജഅഫർ തങ്ങളുടെ അടുത്തുനിന്ന് ഖിറാഅത്ത് ഓതി. നഷ്റിൻ്റെ തരീഖയിൽ കൂടി, അതായത് തൈബത്തുൻ നഷ്റിയിൽ കൂടി, അതായത് 10 ഖിറാഅത്ത് എല്ലാ തുറുഖയിൽ കൂടിയും. അതുപോലെ തന്നെ ബാക്കി ഷാദായ 4 ഖിറാഅത്ത് ഓതിയിട്ടുണ്ട്. ജമാൽ ഖുറാനി റഹിമഹുല്ലാഹിൻ്റെ അടുത്തുനിന്ന് ഓതിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പരുടെ അടുത്തുനിന്ന് അഷ്കാൽ തഅസീസ് ഓതിയിട്ടുണ്ട്. ഇതിലെന്തിനറിയാം ഇൽമുൽ കലാമും അതുപോലെ തന്നെ മന്തിഖും. ഇതിൽ ഷംസുദ്ദീൻ ഇബ്നു മുഹമ്മദ് അൽ ഖാദിരിയുടെ അടുത്തുനിന്ന് ഖിറാഅത്ത് ഓതിയിട്ടുണ്ട്. ഒരു ശിഷ്യന്മാരായിട്ട് ആരും അറിയപ്പെട്ടിട്ടില്ല. അല്ല, ഖാദിർ തരീഖ ആവണമെന്നില്ല, കുടുംബമാവാം. ശിഷ്യന്മാരായ ആരും രേഖപ്പെടുത്തി കണ്ടിട്ടില്ല. ഉണ്ടാവും, പക്ഷെ ആ മൂപ്പരെ കുറിച്ച് എഴുതുന്ന മൂപ്പരെ കാലഘട്ടക്കാരാണ്, അല്ലെങ്കിൽ ഉസ്താമാരായിട്ടുള്ള ആൾക്കാരാണ് മൂപ്പരെ കുറിച്ച്. അപ്പോൾ ആ കാലഘട്ടത്തിലല്ല ഇർഹംകുമുല്ലാഹ് രചനകൾ മൂപ്പർക്ക് അധികം രചനകളുണ്ട്. ഒന്ന് നമ്മളെ ഇബ്നു ഖാസിം ഷർഹ്, 2 മിസ്ബാഹുൽ മുഹ്താജ്,
ഇപ്പം പ്രിൻ്റ് ആയിട്ട് വീട്ടിലുണ്ട്. മിൻഹാജിൻ്റെ ഷർഹ് മിസ്ബാഹുൽ മുഹ്താജ് ഇലാ മാഫിൽ മിൻഹാജ്, അതിപ്പോൾ അടുത്ത കാലത്ത് പ്രിൻ്റ് ആയിട്ടുണ്ട്. വീട്ടിലുണ്ട്. ദാറുൽ മിൻഹാജുൽ ഖവീമാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്, എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഓർക്ക് ഷർഹുൽ അഖായിദ് ഉണ്ട്. ഷർഹുൽ അഖായിദിൻ്റെ ഷർഹ് തഫ്തസാനിൻ്റെ ഷർഹുൽ അഖായിദ് ഉണ്ടല്ലോ, അതിൻ്റെ മേൽ ഹാഷിയത്തുണ്ട്. അതുപോലെ തന്നെ ഷർഹു തസ്രീഫ്, അതായത് സഞ്ചാനിൻ്റെ തസ്രീഫ്, സഞ്ചാനിൻ്റെ ഷർഹ് എന്താണ് മേല് തഫ്തസാനിക്ക് ഷർഹ് ഉണ്ടല്ലോ, അതിൻ്റെ മേൽ ഹാഷിയത്തുണ്ട്. അതുപോലെ തന്നെ വേറെ കിതാബുകളും ഉണ്ട്. ഏകദേശം മൂപ്പര് ഏകദേശം ഫിഖും ഇൽമുൽ കലാമും പിന്നെ സർഫിൻ്റെ ഒരു ചെറിയ കിതാബ്, രചന കുറവാണെന്ന്. ഫത്ഹുൽ ഖരീബുൽ മുജീബ്. വഫാത്ത് റഹിമഹുല്ലാഹു തആല വഫാത്താവുന്നത് മൂപ്പര് മാത്രമല്ല, മദ്രസത്തു സുൽത്താൻ, കൈറോയിലത്തെ മദ്രസത്തു സുൽത്താനിൻ്റെ മുദർരിസും കൂടിയായിരുന്നു, ഖതീബായിരുന്നു. മുദർരിസല്ല, ഖതീബായിരുന്നു. ഒരു വലിയ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ തന്നെയായിരുന്നു ആ കാലത്ത്. ആ കാലത്ത് കുറേ കിതാബുകളെ ഖത്മുകൾ മൂപ്പരായിരുന്നു നടത്തിയിരുന്നത്. കിതാബിൻ്റെ വലിയ കിതാബിൻ്റെ ഖത്മ് എന്ന് പറയുമ്പോൾ ആ കിതാബിനെ പുകഴ്ത്തിയിട്ട് ബെയ്ത്തുകൾ പറയലും ആ കിതാബിൻ്റെ പോരിഷകൾ പറയലും അതൊക്കെയാണ് ഖത്മ് എന്നറിയുന്ന മജ്ലിസ്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ മജ്ലിസ്. അങ്ങനെ കുറേ ഖത്മുകളൊക്കെ ഇബ്നു ഖാസിം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ ഖതീബ് ഇല്ലാണ്ടാവുമ്പോൾ മൂപ്പരാണ് ഖുത്ബ ഓതുക. അങ്ങനെ വലിയ വലിയ വിഷയങ്ങൾ മൂപ്പർക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല ഓരോ കിതാബുകൾ ഓരെന്ത് ചെയ്തിട്ടുണ്ട്, ദർസും നടത്തിയിട്ടുണ്ട്. അപ്പം കിതാബുകൾ, അതുകൊണ്ടാണ് ഈ കിതാബ് ദർസിയ കിതാബ് എടുക്കാനുള്ള കാരണം. ഒന്ന് കൃത്യത, മാത്രമല്ല ദർസ് നടത്തുമ്പോൾ കുറച്ചുകൂടി ക്ലീനാക്കും ആ കിതാബ്. ഒരാൾ രചിച്ചിട്ട് പ്രിൻ്റ് കൊടുക്കണ പോലെയല്ല, രചിച്ച് അത് ദർസ് നടത്തിയിട്ട് പ്രിൻ്റ് ചെയ്യൽ. കാരണം ആ ദർസ് നടത്തുമ്പോൾ അതിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലാക്കാനുള്ള കഴിവുണ്ടാവും. മനസ്സിലായ? റഹിമുള്ള കൈറോയിൽ വെച്ചിട്ടാണ് 918 ഹിജ്രിയിലാണ് ആൾ വഫാത്താവുന്നത്. റഹിമഹുല്ലാഹു തആല വറദിയ അൻഹു. ഇബ്നു ഖാസിമിൻ്റെ കിതാബ് അറിയപ്പെട്ട കിതാബിൻ്റെ പഴയ കാലം മുതൽ തന്നെ അറിയപ്പെട്ട കിതാബാണ്. ഇബ്നു ഖാസിമിൻ്റെ കിതാബിൻ്റെ ഷർഹ് ഹാഷിയത്തൊക്കെ അതിൽ കുറേ കിതാബുണ്ട്. 30 ചില്ലാന ഷർഹും ഹാഷിയത്തൊക്കെ ഉണ്ട് ഇബ്നു ഖാസിമിൻ്റെ മേലിൽ. അബൂ ശുജാഇൻ്റെ മേലല്ല, ഇബ്നു ഖാസിമിൻ്റെ മേലിൽ. അതിലേറ്റവും അറിയപ്പെട്ടതാണ് ബാജൂരി. ബാജൂരിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുൻഗാമികളായ മത്നവി ഷുജാഇൻ്റെ ഷർഹ് ചെയ്തവർ, ഇബ്നു ഖാസിമിൻ്റെ ഷർഹ് ചെയ്തവരെ കിതാബുകളൊക്കെ അതിൽ നിന്ന് കുറേ ഉപകാരം, കുറേ ഫായിദത്തുകൾ എടുത്ത് ജമ ചെയ്തൊരു കിതാബാണ്. ഏകദേശം ജൗഹരി റഹിമഹുല്ലാഹിൻ്റെ കിതാബിലുള്ള ജൗഹരി വലിയ നഹ്വിൻ്റെ ആലിമും കൂടിയാണ്. ലുഗത്തിൻ്റെ ജൗഹരീൻ്റെ കുറേ ലുഗത്ത് ബാജൂരി റഹിമഹുല്ലാഹിൻ്റെ കിതാബ് കൊടുത്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഷർഹ് എന്ന് പറഞ്ഞാൽ വിശദീകരണം, ഹാഷിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്തിത്റാദാത്തൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഹാഷിയത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഷർഹാണ്, ഹാഷിയത്തല്ല. ഹാഷിയത്താവുമ്പോൾ ആ മസ്അലത്തിൻ്റെ തഫ്രീഇൻ്റെ തഫ്രീഅൊക്കെ ഉണ്ടാവും. ഷർഹ് എന്ന് പറഞ്ഞാൽ ഗരീബ് ബയാനാക്കുക, ഔഷമുള്ളത് മാത്രമേ തവസ്സു ഉണ്ടാവുള്ളൂ, കൂടുതൽ പോവില്ല. മറ്റേത് ഹാഷിയത്ത് എന്ന് അറിയുമ്പോൾ അത് പറയും, അതിനെ ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയും, കുറേ ഇസ്തിത്റാദാത്ത് ഉണ്ടാവും, വേറെ കാര്യങ്ങൾ ഇടയും. മെയിൻ ഷർഹ് ആ മത്നിൻ്റെ മേൽ ഷർഹയും ഔഷമുള്ളത് എന്തേലും ഔഷമുണ്ടെങ്കിൽ അതങ്ങനെയല്ല ഇങ്ങനെ ആവണ്ടേന്ന് പറയും. പക്ഷേ ഹാഷിയത്ത് എന്ന് പറയുമ്പോൾ കൂടുതലും ഇസ്തിദ്റാക്ക് ഉണ്ടാവും, ഇസ്തിത്റാദ് ഉണ്ടാവും, മാനകൾ കുറേ ബയാനാക്കും. മനസ്സിലായോ? അത് തഹ്ഖീഖ്. അവർക്ക് ഇപ്പം ഇബ്നു ഖാസിമിൻ്റെ ഏറ്റവും ഫേമസായ
ഹാഷിയത്താണ് ഇപ്പോൾ ബാജൂരി. അതുപോലെ തന്നെ ഫേമസായ മറ്റൊരു ഹാഷിയത്താണ് കല്യൂബിൻ്റെ ഹാഷിയത്ത്. അത് ഫേമസായത് നല്ല ഇപ്പം അടുത്ത കാലത്ത് പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അതന്നെ ബാജൂരി എവിടെ മിൻഹാജിന്? ബാജൂരി എന്നറിയണ്ടല്ലോ, അത് ഇബ്നു ഖാസിമിൻ്റെ ഷർഹാണത്. അത് മഹല്ലിൻ്റെ. നിങ്ങൾ ബാജൂരി എന്ന് കേൾക്കണ്ടല്ലോ, ആ ബാജൂരി എന്ന് പറയുന്ന ആ കിതാബ് ഇബ്നു ഖാസിമിൻ്റെ ഷർഹാണ്, ഹാഷിയത്ത്. ഇബ്നു ഖാസിമിൻ്റെ ഈ കിതാബിൻ്റെ മേലെ ഹാഷിയത്ത് എഴുതിയതാണ് ബാജൂരി. അതിനാണ് നമ്മൾ ബാജൂരി എന്ന് പറയുന്നത്. ഈ ബാജൂരി എന്ന് അറിയാനുള്ള കാരണം, ബാജൂരി ഇമാം ദർസിയിൽ എടുക്കണ പോലെ കിതാബ് എഴുതി, അത്രയും സിമ്പിളാക്കിയിട്ട്. ശരിക്കും ഹാഷിയത്തും ഷർഹൊക്കെ എന്നറിഞ്ഞാൽ ദർസിയിൽ എളുപ്പാക്കി കൊടുക്കണ പോലെയല്ല കിതാബിലുണ്ടാവുക. മൂപ്പരെന്താ ഈ ദർസി പറഞ്ഞു കൊടുക്കണ പോലെ എളുപ്പാക്കി. അതാണ് ബാജൂരിയിൽ എന്തുണ്ടാവും, കിതാബിയിൽ, അതായത് മുദർരിസീങ്ങളുടെ അടുത്തുനിന്ന് കിട്ടുന്ന ഇൽമുകൾ കിതാബിൽ നിന്ന് കിട്ടൂല. കാരണം കുറേ മുത്തലഖാണെന്നുള്ളത് മുദർരിസീങ്ങൾക്കറിയാം. അപ്പോൾ മുത്തലഖാണെന്ന് പറഞ്ഞാൽ മതിയില്ല, ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കില്ല. ബാജൂരി കുറച്ചുകൂടി വിശദീകരിച്ച് പറയാൻ തുടങ്ങി. ബാജൂരിൻ്റെ മുമ്പ് ഷബ്ര മല്ലിസിൻ്റെ രീതിയും അങ്ങനെ തന്നെയായിരുന്നു. ബാജൂരി ഇപ്പം അടുത്ത കാലത്തുള്ള ആളല്ല. ബാജൂരി 200 300 ബാജൂരി ഇപ്പോൾ ഭയങ്കര അടുത്ത് 1277 അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ശേഷം അത് വേറെ, അത് സെയ്ദ് ബക്രി അവന് പറഞ്ഞിട്ടുണ്ട്. ബാജൂരി റഹിമഹുല്ലാഹ് ഭയങ്കര അടുത്ത കാലഘട്ടക്കാരാണ്. അതായത് ബാജൂരി ശരിക്കും പറഞ്ഞാൽ ബാജൂരിൻ്റെ ശിഷ്യന്മാർ രണ്ടാൾക്കാരാണ് ഞാനും ബാജൂരിയും തമ്മിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ സുബ്ഹാനല്ലാഹ് 3 ആളുണ്ട്, 2 ആളെ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ അത്രയും വ്യത്യാസം കുറവാണല്ലോ. 1277 എന്ന് പറയുമ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായില്ലേ. ഓരോ കിതാബിൻ്റെ മേൽ കുറേ ഏകദേശം ഞാൻ പറയാം 30 ചില്ലാന ഹാഷിയത്തുകളുണ്ട്. അതുപോലെ തന്നെ അറിയപ്പെട്ട ഹാഷിയത്താണ് ബർമാവിയുടെ ഹാഷിയത്ത്. ബർമാവി റഹിമഹുല്ലാഹിൻ്റെ ഹാഷിയത്ത് അറിയപ്പെട്ടതാണ്. അതിൻ്റെ മേലെ തഖ്രീറാത്തുൽ ഇംബാബി, അതൊക്കെ പഴയ കാലം മുതലേ ആൾക്കാരെടുത്ത് ഫേമസായി ഉലമാക്കൾ ഉപയോഗിക്കുന്ന കിതാബുകളാണ് ഇതൊക്കെ. ഹാഷിയത്ത് ഉണ്ട്, അതിൻ്റെ മുകളിൽ തഖ്രീറാത്ത് ഇംബാബി റഹിമഹുല്ലാഹു തആല. ഭയങ്കര മുഹിമായ കിതാബ്, ദർസിയായ കിതാബാണിത്. ഏതുവരെ ഇപ്പോഴും അടുത്ത കാലം വരെ, ഇപ്പം എങ്ങനെയാണെന്നറിയില്ല, അടുത്ത ഒരു 5 വർഷം മുമ്പ് വരെ അസ്ഹറിയിൽ ഈ കിതാബ്, അസ്ഹറിൻ്റെ സ്കൂളുകളിൽ ഈ കിതാബ് ഇബ്നു ഖാസിം പഠിപ്പിക്കേണ്ട, അങ്ങനെ ബുക്കായിട്ട്, സ്കൂൾ ബുക്കായിട്ട് ഇബ്നു ഖാസിമിൻ്റെ വോളിയം 1, വോളിയം 2, വോളിയം 3, വോളിയം 4 എന്നറിഞ്ഞിട്ട്. അല്ല, ഇബ്നു ഖാസിം അല്ല, മത്തൻ അബി ഷുജാ കാണാണ്ട് പഠിക്കുന്ന കിതാബല്ലേ പഴയ കാലം മുതൽ. കാണാണ്ട് അതിൻ്റെ നിങ്ങൾ മത്തൻ അബി ഷുജാ അപ്പോൾ അതിൻ്റെ ഇത് പറഞ്ഞായോ എന്നറിഞ്ഞ് മത്തന്. കാരണം എല്ലാ ഷാഫി മദ്ഹബ് പഠിക്കുന്നവർക്ക് മത്തൻ അബി ഷുജാ കാണാണ്ട് പഠിക്കുന്നവരാണ് മിക്കവരും. മാത്രമല്ല, ഇനി ബാജൂരിൻ്റെ മേൽ ബാജൂരിനെ ഇഖ്തിസാർ ചെയ്ത കുറേ ആൾക്കാരുണ്ട്. മാത്രമല്ല, ബാജൂരിന് ഇഖ്തിസാറും കുറച്ച് എളുപ്പമാക്കിയതാണ് നവവി ജാവി റഹിമഹുല്ലാഹ് ഖൂത്തിൽ ഹബീബുൽ ഗരീബ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ പ്രിൻ്റ് ഉണ്ട്. ഷറൈന ഹാഷിയത്ത് ഇഖ്തിസാർ. എനിക്ക് ഇഖ്തിസാറില്ല. ഫത്ഹുൽ മുഈൻ ഖുറത്തുൽ ഐൻ്റെ ഷർഹാണല്ലോ, അതിൻ്റെ ഒരു ഹാഷിയത്താണല്ലോ ഇആനത്തുൽ താലിബീൻ. ഞാൻ ഇഖ്തിസാർ ഔനുൽ താലിബ് എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് എനിക്ക്. ഒറ്റ ഊളിയത്തില്ല, 4 ഊളിയ മൊത്തം ഒറ്റ ഊളിയ. ഔനുൽ താലിബ് മുസവ്വദത്താണ്, തബീള് ചെയ്യണം. നിങ്ങളിൽ ഏതൊരു ഒരാൾ പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് തരാം, നിങ്ങളാണ്ട് കൊണ്ട് ഈ തബീള് ചെയ്തോളി. ഞങ്ങളിപ്പോൾ മുത്തഫൈദ് ഉസ്താദ് ഞങ്ങളെ പഠിപ്പിച്ചത് അത് നേരത്തെ പറഞ്ഞ പോലെ ദർസി പോലെ ഉള്ളൊരു വിശദീകരണമാണ്. ആണ് ബാജൂരിൻ്റെ രീതിക്കാണത്. നിങ്ങളൊക്കെ മെനക്കെട്ടാലും ഇറങ്ങുക, നിങ്ങൾ ഇറക്കാനല്ല, അതവിടെ തന്നെ വെച്ച്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ പോലത്തെ ആൾക്കാർ കുറച്ച് മെനക്കെട്ട് ഇരുന്നാൽ അത് നടക്കും. ഞാൻ തിരുത്തി തരാം. നിങ്ങളത് മുറാജ ചെയ്തിട്ടൊന്ന് ഇതാക്കിയിട്ട്. നിങ്ങൾ മാത്രമല്ല, കുറേ ആൾക്കാർ ഓതിയിട്ടുണ്ട്. 10-15 ആൾക്കാർ ഓതിയിട്ടുണ്ടത് തുടക്കം മുതൽ അവസാനം വരെ. ഇങ്ങനെ ഒന്ന്
എന്നാൽ നിങ്ങൾ ഇറക്ക്, ഞാൻ അതിൻ്റെ കോപ്പി തരാം. ആ മുസവദത്ത് അതിലുള്ള എന്തേലും ഇതുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിലെന്തേലും മിസ്സിങ്ങോ, കാരണം എൻ്റെ തലയിലുണ്ടാവും, ഞാൻ എഴുതിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതൊക്കെ ശരിയാക്കി. പൈസ അല്ല, പൈസ വേറെ, പൈസ നിങ്ങളൊന്നും വേണ്ട, പ്രിൻ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതൊന്ന് വായിച്ചത് തിരുത്താനാണ് ആൾക്കാർ ആവശ്യം. അതാണ് ഞാൻ അവനുത്താലിവും എൻ്റെ കിതാബുകൾ പൈസ ഇറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെന്ത് ചെയ്താൽ മതി, മെനക്കെട്ടിരുന്നാൽ ഓരോരുത്തർക്ക് ഓരോരുത്തരും നോക്കിയിട്ട് അവരാരെ ആ വായിച്ചിട്ട് അവരാർ എന്താണ് പറയുക, അതിലെന്തേലും ലുഗവിയായിട്ട് എന്തേലും ഒരു മിസ്സിങ് ഉണ്ടെങ്കിൽ എഴുതി തന്നാൽ മതി. അപ്പം മുത്തഫരീദിൻ കിതാബ് ഷർഹ് കഴിഞ്ഞതാണ്. കഴിഞ്ഞ എത്ര കൊല്ലം കഴിഞ്ഞ്, 1444 ഹിജ്രിൻ്റെ തുടക്കത്തിൽ ഷർഹ് എഴുതിയിട്ടുള്ള ഞാൻ. ഇപ്പം 47 48 ഇപ്പോൾ പോണത്. എത്ര കൊല്ലം കഴിഞ്ഞ്, അവനു താലിബ് കഴിഞ്ഞിട്ടും എത്ര കൊല്ലമായി. കിതാബൊക്കെ എഴുതി അവിടെ ഉണ്ട്, അതിൻ്റെ 2-3 കോപ്പി ഉണ്ട് അവിടെ വീട്ടിൽ. എന്താണ് പറയുന്നത്, തീരുമാനം എന്താണ്? അതന്നെ, അത് പ്രിന്റ് ചെയ്തിട്ട് തരാന്നല്ലേ ഞാൻ പറഞ്ഞത്. അതന്നെ, അത് ഞാൻ പറഞ്ഞ് ഇറങ്ങട്ടെ ആദ്യം. മുഖ്യമായ കാര്യം നടന്നിട്ടില്ല. ഇറക്കാൻ നിങ്ങൾ മെനക്കെട്. ഞാൻ എൻ്റെ ഉസ്താദ്മാരെ കിതാബ് ഇറക്കാനാണ് ഞാൻ മെനക്കെടുന്നത്. നിങ്ങളെ ഉസ്താദ് അതിൻ്റെ കിതാബ് ഇറക്കാൻ മെനക്കെട്. ഞാനിപ്പോൾ എൻ്റെ കിതാബ് തിരുത്തി ഇറക്കാനുള്ള മാനസിക അവസ്ഥയിലല്ല. എൻ്റെ ഉസ്താദ്മാരെ ജീവിച്ചിരിക്കേണ്ട അവരെ കിതാബുകൾ ഞാൻ തിരുത്തി ഇറക്കണം ഞാനിപ്പോൾ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കിതാബ് നോക്കാൻ കഴിയുള്ളൂ. ആ മുത്തഫരീദ് മാത്രമല്ല, മത്നബി ഷുജായിൻ്റെ മേലെ എനിക്കൊരു ഷർഹുണ്ട്. അബ്ദുസ്സമീ അനീസ് ഉസ്താദ് ഈ കിതാബ് ദർസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അബ്ദുസ്സമീ അനീസ് ഉസ്താദ് എന്നോട് പറഞ്ഞ്, ഞാൻ ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളതാണ്, ഇതിലുള്ള ഷർഹ് ഹദീസിയായ രൂപത്തിലൊരു ഷർഹ് വേണം. അതായത് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഹദീസോടെ വന്ന് എളുപ്പത്തിലൊരു ഷർഹ് വേണം. അതായത് ആൾക്കാർക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിക്കും മാത്രമല്ല ഈ കാലത്ത് വസ്വാസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഹദീസിനായത്ത്. അപ്പോൾ ഹദീസും ആയത്തൊക്കെ ആയിട്ട് ഒരു ഷർഹ് വേണം എന്ന് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഞാനൊരു ഷർഹ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇറക്കണ്ടേ? ആ, ഈ മദ്രസ വിഷയൻ്റെ മേലെ എനിക്ക് ഷർഹുണ്ട്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ മില്യൺ ബിൽമിയ ഞാൻ റെഡിയാണ്. മുത്തസദ്ദിർ ഏത് അതിന് എത്രയോ മാറ്റമുണ്ട്. അതൊരു ഫയലൊക്കെ ഉണ്ട്, മൊത്തം റെഡിയാ. നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് ഭാഗം തിരുത്തി വന്ന് അതിൽ എന്തെങ്കിലും മാറ്റേണ്ടത് തോന്നിയാൽ താലിയക്കാത്ത് എഴുതി തന്നിട്ട് അതിലെന്തേലും നിങ്ങളെന്തേലും മിസ്സിങ് ഉണ്ട് തോന്നിയാൽ ഞാൻ ദർസി എടുത്ത് ഇത് പറയാത്ത കാര്യമുണ്ട് തോന്നി, അങ്ങനെ എല്ലാവരും കൂടി വായിച്ചിട്ട് ആ ഫുള്ള് കിതാബ് തന്നു കഴിഞ്ഞു. കാരണം അതിൽ ചിലപ്പോൾ ഞാനൊരു ഹദീസ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ ആ പറയണതിൻ്റെ ഇടയിൽ ബാക്കി പറയാണ്ട് അടുത്ത വിഷയത്തിൽ പോയിണ്ടാവും ശ്രദ്ധിക്കാണ്ട്. കാരണം ഞാൻ ആ കിതാബുകൾ ഇങ്ങനെ നിരത്തി വെച്ച് എഴുതിയതല്ല, എൻ്റെ തലേന്ന് ഞാൻ എഴുതിയതാണ്. പിന്നീട് ആ കിതാബിൻ്റെ താലിഖ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലയിൽ അത് കംപ്ലീറ്റ് ആയിന്നുണ്ടാവും, ഞാൻ കംപ്ലീറ്റ് ആക്കാണ്ടായിരിക്കും അടുത്ത ടോപ്പിക്ക് പോയിണ്ടാവും. قال رحمه الله بسم الله الرحمن الرحيم الحمد لله تبركا بفاتحة الكتاب. ഈ മുഖദ്ദിമകൾക്ക് ഒരു സജ ഉണ്ട്, മിക്കവരും ആ സജ ശ്രദ്ധിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം, ഞാനത് കുറച്ച് കാലമായിട്ട് കാണുന്നൊരു അഭിപ്രായമാണ്, കിതാബുകളിൽ ഒരു സജയിന് വേണ്ടിയിട്ടൊരു പുതിയ അലാമത്ത് വേണം എന്നൊരു അഭിപ്രായം ഇല്ലായ്മല്ല. പഴയ കാലത്തുള്ള തന്നെ ഒരു ബോള് പോലെ ചെറിയ ഒരു വട്ടം, കൊമം ഇതൊക്കെ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അർത്ഥങ്ങൾ വേർപ്പെടുത്തുന്നതാണല്ലോ. കൊമ ഉപയോഗിക്കാതെ സജ
സൂചിപ്പിക്കാൻ. കാരണം ചിലപ്പോൾ ഒരു സജായിൻ്റെ ഇടയിൽ 2 കോമം 3 കോമം വരണം എന്നുണ്ടാവും, അല്ലെങ്കിൽ ഫാസില മങ്കൂത്തൊക്കെ ഉണ്ടല്ലോ കാരണം ബോധിപ്പിക്കാനുള്ളതൊക്കെ. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്തിന് തബറുക്കൻ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഫാസില മങ്കൂത്ത ഇടാം. പക്ഷെ അങ്ങനെ കുറേ അലാമാത്തു തർക്കീം ഉണ്ടാകും. പക്ഷേ ഒരു സജാ തീരുമ്പോൾ ഒരു വേറെ തന്നെ ഇട്ടാൽ നന്നായേനേന്ന് എനിക്കൊരു അഭിപ്രായം. ഞാൻ കുറേ ആയി അത് ആലോചിക്കുന്നത്, പ്രിൻ്റുകളിൽ അതെങ്ങനെ വരുത്തിക്കാൻ കഴിയും എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് മുർഷിദ് ഇറക്കുമ്പോൾ അങ്ങനെ ഇറക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്, ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രിൻ്റ് ചെയ്യുന്ന ആൾക്കാരെ സഹായിക്കോ ഇല്ലെന്ന് എനിക്കറിയില്ല. മുർഷിദിന് കുറേ ഭാഗത്ത് സജാ ഉണ്ട്, അപ്പോൾ അങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഓതണോർക്ക് അതിൻ്റെ ഫീല് കിട്ടൂല. മുകളിൽ ഒരു വട്ടം പുതിയ നിങ്ങൾ കാണാത്ത പുതിയൊരു നമ്മളെ മൗലിദിൻ്റെ പഴയ കിതാബുകൾ കാണില്ലേ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ സജാ അനുസരിച്ചിട്ടല്ല വട്ടം ഇട്ട് വെക്കണം. സജാ അനുസരിച്ചൊരു വട്ടം ഇട്ടാൽ എത്ര നന്നായേനെ. മൗലിദൊക്കെ മസ്ജൂആയ നസ്റാണല്ലോ. قال الحمد لله تبركا بفاتحة الكتاب لأنها ابتداء كل أمر ذي بال وخاتمة كل دعاء مجاب. وآخر دعوى المؤمنين في الجنة دار الثواب. 3 സജാണ് അവിടെ ഉള്ളത്. ഒരു ഇതിൽ ഫഖറയിൽ എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹി തബറുക്കൻ ബിഫാത്തിഹത്തിൽ കിതാബ്. അതായത് അള്ളാഹു ഖുർആനിനെ കൊണ്ട് എങ്ങനെ തുടങ്ങി അതിൻ്റെ തുടക്കം കൊണ്ട് ഞാൻ തബറുക്ക് ചെയ്യുന്നു. ഫാത്തിഹത്തുൽ കിതാബ് ഒന്നും ലൗഹിൽ മഹ്ഫൂദ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബ്, അല്ലെങ്കിൽ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ബസ്മലത്താവട്ടെ, അതാവട്ടെ അള്ളാഹുവിൻ്റെ ഇസ്മ കൊണ്ട് തുടങ്ങട്ടെ. അല്ലെങ്കിൽ ഹംദല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹംദ് ഉദ്ദേശിക്കുമ്പോൾ ഫാത്തിഹ അല്ലെങ്കിൽ ഫാത്തിഹത്തുൽ ലൗഹുൽ മഹ്ഫൂദിൽ അൽഹംദു കൊണ്ടല്ലേ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഹംദു കൊണ്ട് ഞാൻ തുടങ്ങുന്നു അള്ളാഹു തുടങ്ങിയതുപോലെ. തബറുക്ക് ചെയ്തിട്ട് ലിഅന്നഹ അതായത് സീഗത്തുൽ ഹംദ്, അല്ലെങ്കിൽ ഫാത്തിഹത്തുൽ കിതാബ്. സീഗത്തുൽ ഹംദ് അല്ലെങ്കിൽ ഫാത്തിഹത്തുൽ കിതാബ്. ലിഅന്നഹ അതായത് സീഗത്തുൽ ഹംദോ അല്ലെങ്കിൽ ഫാത്തിഹത്തുൽ കിതാബോ. ഇബ്തിദാഉ കുല്ലി അംരിൻ ദീ ബാൽ. ലിഅന്നഹ ഇബ്തിദാഉ എന്നറിയുന്നത് തബറുക്കൻ്റെ ഇല്ലത്താണ്. തബറുക്കിൻ്റെ എന്തുകൊണ്ട് തബറുക്ക്? ലിഅന്നഹ ഇബ്തിദാഉ കുല്ലി അംരിൻ ദീ ബാൽ വഖാതിമതു കുല്ലി ദുആഇൻ മുജാബ്. രണ്ടാമത്തെ ഖബർ തബറുക്കൻ, ആദ്യത്തെ ഖബർ, രണ്ടാമത്തെ ഖാതിമത്ത്. نعم وخاتمة كل دعاء مجاب. എല്ലാ ജവാബുള്ള ഇതിനെ ഹംദ് കൊണ്ട് അവസാനിപ്പിക്കുന്നതാണല്ലോ. തുടക്കം അവസാനം ഹംദ് കൊണ്ടായിരിക്കണമല്ലോ. വആഖിറു ദഅവൽ മുഅ്മിനീൻ, മാത്രമല്ല മുഅ്മിനീങ്ങൾ അവസാനത്തെ ദഅവം എന്താണ്? നഅം ഫിൽ ജന്നതി ദാരി സവാബ്. അപ്പോൾ ആഖിറു ദഅവ എങ്ങനെ? وآخر دعواهم أن الحمد لله رب العالمين وقضي بينهم بالحق وقيل الحمد لله رب العالمين. نعم. وآخر دعوانا ريند خبر ثانية. نعم. ആഖിറു ദഅവാന്ന് പറഞ്ഞാൽ അവസാനം പ്രവേശിച്ചിട്ട് അവസാനം പറയുന്നതാണ്. അതിനുശേഷമൊക്കെ അല്ലാഹുവിൻ്റെ ദിക്റാണ്. ആഖിറു ദഅവ അനിൽ ഹംദുലില്ലാഹി വഖുദിയ ബൈനഹും ബിൽ ഹഖ്. 7 മർത്തബയാണല്ലോ ഫാത്തിഹൻ്റെ. ഹംദ് 7 മർത്തബ, ദുനിയാവിയിൽ 7 മർത്തബ, ആഖിറത്ത് 7 മർത്തബയാണ് ഫാത്തിഹ. അല്ല ഹംദ് ദുനിയാവിയിൽ 7 മർത്തബും ആഖിറത്തിൽ 7 മർത്തബാണ്. മരിച്ചിട്ട് എണിച്ചു കഴിഞ്ഞാൽ ഹംദുണ്ട്. പിന്നെ ഹഷ്റിൻ്റെ സമയത്ത്, ഹഷ്ർ കഴിഞ്ഞിട്ട് ഒരു ഹംദുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ഷക്കൂർ അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമത്ത്. അങ്ങനെ ഹംദുകൾ കുറേ ഉണ്ട്.
الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر وقضي بينهم بالحق അത് ആദ്യം ഹഷറിൻ്റെ അവിടെ وقضي بينهم بالحق وقيل അത് ഹഷറിൻ്റെ ശേഷം പറയുന്നതാണ്. ഹഷറിൻ്റെ ശേഷം പറയുന്നത് എന്താ? وقضي بينهم بالحق وقيل الحمد لله رب العالمين. അത് ഈ സ്വർഗം കാണുമ്പോൾ അവർ പറയുന്നു അൽഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദഹ വൗറസനൽ അർദ നതബവ്വഉ മിനൽ ജന്നതി ഹൈതു നശാ ഫനിഅമ അജ്റുൽ ആമിലീൻ. സ്വർഗത്തിൽ കടന്നതിന് ശേഷം അവർ പറയുന്നു ആഖിർ ദഅവാഹും അനിൽ ഹംദുലില്ലാഹ്. അങ്ങനെ 7 മർത്തബത്തുണ്ട്. അത് ഞാൻ എൻ്റെ തഫ്സീറിൻ്റെ ദർസിലുണ്ട്, നെറ്റിലുണ്ട് തഫ്സീറിൻ്റെ, യൂട്യൂബിലുണ്ട് തഫ്സീറിൻ്റെ ദർസ്. അതിലുണ്ട് ഹംദിൻ്റെ 7 ദുനിയാവിലെ 7 മർത്തബത്തും ആഖിറത്തിലെ 7 മർത്തബത്താണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ദുനിയാവിലെ 7 ഹംദുണ്ട്, 7 മർത്തബത്തുണ്ട് ഹംദ്. ആ 7 എണ്ണം ആഖിറത്തിലും 7 എണ്ണം ഉണ്ട്. ദുനിയാവിലെ 7, ആഖിറത്തിലെ 7. അതൊരു അജീബാണ്. ഫാത്തിഹത്തിൻ്റെ ആയത്തും 7 അതിൻ്റെ തഫ്സീറിൻ്റെ ദർസിലുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. ഐസറു തഫാസീർ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ ദർസുണ്ട്. ആകെ കുറച്ച് ഒന്ന് എന്താണ് ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്, ഈ 4 സൂറത്ത് മാത്രമാണ് ഞാൻ തഫ്സീർ യൂട്യൂബിലുണ്ട്. ഫാത്തിഹ ഉണ്ട്. ഫാത്തിഹ എത്ര 4-5 ദർസുണ്ട്, 1 മണിക്കൂറിൻ്റെ മുകളിലുള്ള മുഹിമ്മായ ദർസ്. ആദ്യത്തെ ദർസ് തഫ്സീറിൻ്റെ ഉലൂം എന്താണെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ ദർസ്. പിന്നെ ഖുർആൻ, അത് ഭയങ്കര മുഹിമ്മായ ദർസാണ്, ഫാത്തിഹ ഒക്കെ മനസ്സിലാവാൻ. അവസാനം അള്ളാഹുവിനോട് അൽഹംദുലില്ലാഹ് ഹംദിയിൽക്കാണ് തുടങ്ങുന്നത്. ഹംദിയിൽ കൂടിയാണല്ലോ തുടങ്ങുന്ന. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് തുടങ്ങിയത് ഹംദ് കൊണ്ടാണല്ലോ. അള്ളാഹു, ആകാശഭൂമിയൊക്കെ അള്ളാഹുവിനുള്ളതാണ്. ആകാശം അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹുവിനെ ഹംദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, അപ്പൊ പിന്നെ വേറെ വർത്താനൊന്നും സ്വർഗത്തിൽ പിന്നില്ല? ഉണ്ട്, വർത്താനമൊക്കെ ഉണ്ട്. അവരിങ്ങനെ എന്താണ് പറയാ, ഹംദും ദിക്റൊക്കെ ഉണ്ടാവും, അള്ളാഹുവിന്റെ ദിക്റൊക്കെ ഉണ്ടാവും, ദിക്റ തന്നെ, സംസാരം ഉണ്ടാവും. അല്ല, കുറെ പിന്നെ ചോദിക്കണം, ഇപ്പൊ ഹോറുലിങ്ങളും മറ്റൊക്കെ ഉണ്ടല്ലോ, സംസാരം ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അതും അള്ളാഹിന്റെ ദിക്റും ഉണ്ടാവും. രണ്ടും താറുള്ളല്ലോ. ഇപ്പോൾ ആബിദീങ്ങളായ ആൾക്കാരെ കൽബിൽ എപ്പോഴും ദിക്റുണ്ടാവും, ഇങ്ങനെ കൽബിൽ എപ്പോഴും ഇങ്ങനെ തേട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആഖിറത്തിൽ അങ്ങനെ ഇരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ളാഹിരിയായിട്ട് ചൊല്ലാം, ബാത്തിനിയായിട്ട് ചൊല്ലാം. അള്ളാഹ് അറിയട്ടെ. ചിലവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആ ഫറഹിലായിരിക്കും പോണത്. ഇല്ല, അസറുള്ളതുകൊണ്ട് അള്ളാഹ്ന്നും ആവാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവാം, അതല്ലാണ്ടും ആവാം. ഞങ്ങളൊക്കെ പിടിച്ചോളി, ഞങ്ങളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയും. എന്തൊക്കെ അലാമത്തില്ല. ചിലവരങ്ങനെ പറഞ്ഞിട്ട് വഫാത്തായവരുണ്ട്. ഓരോരുത്തരുടെ അഹ്വാലുകൾ അനുസരിച്ചിരിക്കും. എല്ലാവരും ഷഹാദത്ത് കലിമത്ത് ചൊല്ലിയിട്ട് ഷഹാദത്ത് കലിമത്തിൻ്റെ അസറാണ് അവിടെ കാണേണ്ടത്. ചിലർ ചെല്ലണം എന്നില്ല. ചിലർ ഖുറാൻ്റെ വിരുദ്ധായി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും നിർത്തിക്കോ, ഞാൻ ഖുറാൻ ഓതട്ടെ, ഖുറാൻ ഓതി അങ്ങനെ വഫാത്തായവരുണ്ട്. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഅം. قال أحمده أن وفق من أراد من عباده سجع അവിടെ ഒന്ന് ലിത്തഫഖുഹി ഫിദ്ദീനി അലാ വഫ്ഖി മുറാദിഹി. അപ്പോൾ 2 സജ ഉണ്ട് അവിടെ ആ ഒരു ഇതിൽ. അഹ്മദുഹു, അപ്പോൾ ശരിക്കും ഇതങ്ങനെ വായിക്കാം. അഹ്മദുഹു അൻ വഫഖ മൻ അറാദ മിൻ ഇബാദിഹി ലിത്തഫഖുഹി ഫിദ്ദീനി അലാ വഫ്ഖി മുറാദിഹി. എന്താ അവിടെ പറയുന്നത്? അഹ്മദുഹു അൻ വഫഖ,
അൻ വഫഖൻ്റെ ഫാഇല് മുസ്തതിറാണ്, അള്ളാഹുവിലേക്ക് ഔദ് ചെയ്യുന്നത്. അൻ വഫഖ ഈ അള്ളാഹു. മൻ അറാദ, മൻ മഫ്ഊലുമാണ്, അറാദ സിലത്താണ്. അറാദ മിൻ ഇബാദിഹി എന്താണ് മഫ്ഊല്? ഇതിൻ്റെ മൻ അറാദ മിൻ ഇബാദിഹിൻ്റെ മഫ്ഊൽ എന്താ? തൗഫീഖ. ഐ അറാദ അല്ലാഹു തൗഫീഖഹു. മനസ്സിലായോ? വഫഖ എന്നങ്ങനെ പറയും. അഹ്മദുഹു ഹൈക്ക ഫിഅലിൽ വന്നു കഴിഞ്ഞാൽ മഫ്ഊലാണല്ലോ. ഹൈക്ക ഫിഅലിൽ വന്നു കഴിഞ്ഞാൽ മഫ്ഊൽ, അസ്മായിൽ വന്നു കഴിഞ്ഞാൽ ഇതല്ല മുദാഫ് ഇലൈഹി അല്ലേ. അഹ്മദുഹു, അഹ്മദു ഫിഅൽ, അന ضمير مستتر وجوبا تقديره أنا. أحمد ولا ألفين الله عنده هاي كندد عندنا مفعول به منصوب علامة نصبه. لا إذا ها إذا عنده بناء. أن وفق من أراد. وفق أن وفق فعل ماض مبني على الفتح الظاهرة على آخره. فاعله ضمير مستتر يعود على الله. الله من عباد أن وفق نرني ഒരു മസ്ദറിയായത് എന്നുള്ളതിൻ്റെ ഇഅ്റാബ് വരും. തൗഫീഖ് എന്നുള്ളത് അതായത് അഹ്മദു അല തൗഫീഖി എന്നുള്ള പറയാം. മൻ അറാദ മിൻ ഇബാദിഹി ലിത്തഫഖുഹി ഫിദ്ദീനി അലാ വിഫ്ഖി മുറാദിഹി ഐ മുറാദില്ലാഹ് വഉസല്ലി വഉസല്ലിമു. ഇറാദത്ത് വെക്കുന്ന ഒരു അബ്ദുണ്ട്, അല്ലാഹുവിന്റെ ഇറാദത്തുണ്ട്. എങ്ങനെ? അലാ വിഫ്ഖി മുറാദിഹി എന്ന് പറഞ്ഞാൽ ഐ വിഫ്ഖി മുറാദില്ലാഹി, അള്ളാഹുൻ്റെ മുറാദിയിൽ, അതായത് അള്ളാഹുൻ്റെ മുറാദിയിൽ പഠിക്കുന്നവൻ. അള്ളാഹു മുറാദ് ചെയ്യപ്പെട്ട ഒരാളും അള്ളാഹുൻ്റെ മുറാദിയിലുള്ള ഇൽമിനെ പഠിക്കുന്നവരും. അള്ളാഹുൻ്റെ മുറാദിയിൽ എന്താണ് ഇപ്പോൾ ഇഷ്കാല്? ഒന്ന് വ്യക്തിയുടെ മേലിൽ, ഒന്ന് ഫിഖിൻ്റെ മേലിൽ. നിങ്ങൾ മത്തന് നോക്കിയാൽ കിതാബ് നോക്കിയിട്ട് വായി. എന്താ ഇഷ്കാല്? അഹ്മദുഹു അൻ വഫഖ മൻ അറാദ മിൻ. അള്ളാഹു തൗഫീഖ് ചെയ്ത ആള് ഞാൻ എന്ത് ചെയ്തു? അള്ളാഹു ഇറാദത്ത് ചെയ്ത് തൗഫീഖ് ചെയ്ത്. ലിത്തഫഖുഹി ഫിദ്ദീനി, അള്ളാഹുവിൻ്റെ ദീനിൽ തഫഖു ചെയ്യാൻ തൗഫീഖ് ചെയ്ത്. വെറും തൗഫീഖല്ല, അള്ളാഹുവിൻ്റെ മുറാദിയിലുള്ള പോലത്തെ ഫിഖ്, അല്ലാണ്ട് വെറും തെറ്റായ രൂപത്തിലല്ല പഠിച്ചത് എന്ന് മനസ്സിലായ? ആ തഫഖുഹും അള്ളാഹുവിൻ്റെ മുറാദിയുള്ള പോലത്തെ ശരിയായ തഫഖുഹായിരുന്നു. അതാണ്. ഖാല വഉസല്ലി വഉസല്ലിമു, സലാത്തും സലാമും പറയുകയാണ് അലാ അഫ്ദലി. ഉസല്ലി എന്ന് പറയുമ്പോൾ സലാത്ത് തജദ്ദുദിന് വേണ്ടിയിട്ടല്ലേ ഇത് ഫിഅല് കൊണ്ടുവരുന്നത്. പുതുക്കുന്നു, ഞാൻ പുതുക്കുന്നു. സലാത്തും സലാമും പുതുക്കുന്നു, എപ്പോഴും പുതുക്കുന്നു. ഇസ്തിംറാരിയത്ത് മാത്രമല്ല, പുതുക്കൽ, തജ്ദീദ്. സലാത്ത് ചൊല്ലുന്നു, സലാത്തിനർത്ഥം തഅദീം, അള്ളാഹുവിൻ്റെ തഅദീമോടുള്ള ദുആ. വഉസല്ലിമു സലാമ്, തഅദീമോടുള്ള തഹിയ്യത്ത്. ആരുടെ മേൽ? അലാ അഫ്ദലി ഖൽഖിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ദൽ ഖൽഖിൻ്റെ മേൽ. ഖൽഖ് മഖ്ലൂഖാത്തിൻ്റെ ഇതിലാണ്. ഖൽഖ് മഖ്ലൂഖാത്ത്. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ മുർസലീൻ. ഈ സയ്യിദുൽ മുർസലീൻ ഒന്ന് അഫ്ദലി ഖൽഖിഹി എന്ന് പറഞ്ഞല്ലോ, മുഹമ്മദിൻ. അപ്പോൾ അഫ്ദലി ഖൽഖിഹി എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദിൻ അഫ്ദലി ഖൽഖിഹി എന്നാണ് വരേണ്ടത്. അഫ്ദലി ഖൽഖിഹി മുഹമ്മദിൻ എന്നല്ലല്ലോ വരേണ്ടത്. കാരണം നഅത്തും മൻഊത്തും എന്നറിയുമ്പോൾ മൻഊത്ത് മുഖദ്ദമും നഅത്ത് മുഅഖറും അല്ലേ. സയ്യിദുനി തവീലു, അത്തവീലു സെയ്ദു എന്നറിയുമ്പോൾ അപ്പോൾ മുബ്തദയും ഖബറും ആയല്ലോ. على أفضل خلقي، على حرف جر أفضل خلقي اسم مجرور. أفضل خلق نبينا وأفضل خلق على الإطلاق نبينا محمد فمل عن الشقاقين الجواري الورد.
ജൗഹറ പഠിച്ചാൽ മതി. ജൗഹറത്ത് തൗഹീദ് ഒക്കെ പഠിക്കണ കിതാബാണ് ഇവിടെ ഇൻഷാ അല്ലാഹ്. അഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ على الإطلاق نبينا فمل عن الشقاق. نعم صلى الله عليه وسلم. അപ്പോൾ അഫ്ദൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ദലുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നുള്ളത് വ്യക്തമാവുമ്പോൾ അതൊരു ഇസ്മിൻ്റെ സ്ഥാനത്ത് വരെയാണ്. ഇവിടെ ഒരു ഖായിദത്തിൽ ലുഗവിയ ഒരു ഖായിദത്തുണ്ട്. നഅത്ത് മൻഊത്തിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെ മഹല്ലിയായ ഇറാബ് ചെയ്യപ്പെടും. എന്തെയും മഹല്ലിയായ ഇറാബ് ചെയ്യപ്പെടും. അപ്പോൾ ആലൻ്റെ ഇസ്മ മജ്റൂറായിട്ട് കൂട്ടും. മനസ്സിലായ പറഞ്ഞേ? അലാ സയ്യിദിന എന്ന് പറയുമ്പോഴുള്ള കഥ തന്നെ. അലാ സയ്യിദിന മുഹമ്മദീൻ, സയ്യിദിന അസ്ലാക്കും. കാരണം ശരിക്കും മുഹമ്മദീൻ സയ്യിദിന എന്നാണ് ഹദീസിലൊക്കെ. സയ്യിദുൻ സയ്യിദുന എന്നല്ല പറഞ്ഞത്. സയ്യിദിന്റെ ബദലായിട്ട് മുഹമ്മദ് പറഞ്ഞു. നഅം. അപ്പൊ സയ്യിദുൽ മുർസലീന് മൻഊ ശരിക്കും നാത്താണല്ലോ. മൻഊത്തിന്റെ മുമ്പ് നാത്ത് വന്നപ്പോൾ അത് മഹല്ലിന്റെ, അതിന്റെ മഹല്ല് എന്താ, അതിന്റെ ഇറാബ കൊടുക്കുള്ളൂ. നഅം. അപ്പോൾ അതൊരു ഇസ്മായിട്ട് കൂട്ടും. നബി സല്ലല്ലാഹു അങ്ങനെ നാത്ത് മൻഊത്തിൻ്റെ മുമ്പിൽ വരണം എന്നുണ്ടെങ്കിൽ അതൊരു ഇസ്മിൻ്റെ സ്ഥാനത്ത് വരണം. ശരിക്കും പറഞ്ഞാൽ അത് ഇസ്മിൻ്റെ. അപ്പം നബി ശരിയാ ഏറ്റവും ഉയർന്ന നബി നബിയാണെന്നുള്ള കമാലിയത്ത് നുബുവത്തിൻ്റെ കമാലിയത്ത് നബിയായി, അതായത് നബീൻ്റെ ഒരു ഇസ്മായി മാറി എന്ന് പറയും. സിഫത്ത് അല്ലാണ്ടായി മാറി. നാത്ത് മൻഊത്ത് എന്നുള്ളതെന്ന് മാറി എന്നുള്ള അർത്ഥം വരുന്നു. അങ്ങനെ വരുന്നത് ആ ഒരു അർത്ഥത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. മനസ്സിലായ? അപ്പോൾ പേരുകളിൽ അഹ്മദ് സൈനുദ്ദീൻ എന്ന് അറിയാം. അഹ്മദ് സൈനുദ്ദീൻ, സൈനുദ്ദീൻ അഹ്മദ് എന്നറിയില്ല. മുഹമ്മദ് ഷംസുദ്ദീൻ, ഷംസുദ്ദീൻ മുഹമ്മദ് എന്നറിയില്ല. ഇല്ല ഇതാ ഷംസുദ്ദീൻ എന്ത് ഷുഹറത്തോണ്ട് ഗലബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ തഖ്ദീം ചെയ്യും. അത് ഇൻഷാ അല്ലാഹ് അൽഫിയ നമ്മൾ പഠിക്കും. അൽഫിയ ഖത്റിൻ്റെതിലും പഠിക്കും. ഗലബത്ത് കൊണ്ട് തഖ്ദീം ചെയ്യപ്പെട്ടതാണ്. അത് പേരാണ്, അത് നമ്മളെ വിഷയമല്ല. ഇപ്പോൾ റംലി റഹിമഹുല്ലാഹ് ഷംസുദ്ദീൻ മുഹമ്മദ് റംലി, ശരിക്കും എഴുതേണ്ടത് മുഹമ്മദ് ഷംസുദ്ദീൻ റംലി എന്നാണ്. പക്ഷേ ഷംസുദ്ദീൻ ഗലബത്ത് ആയാൽ ഷംസുദ്ദീൻ മുഹമ്മദ് അറിയും. ഗലബത്ത് കൊണ്ടാണ് നമ്മളത് തഖ്ദീം ചെയ്തിട്ടുള്ളത്. അത് ഇൻഷാ അല്ലാഹ് അത് അൽഫിയ ഗലബത്തായി കഴിഞ്ഞാൽ അതിന് തഖ്ദീം. ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അത് തഖീറ ചെയ്യേണ്ട. കാരണം മൻഊത്തൊന്നും നാത്തൊന്നും അല്ലേ. أفضل خلقه محمد صلى الله عليه وسلم، محمد سيد المرسلين. أفضل خلقه محمد بدل آوام عطف آوام. ഞാൻ എന്താ പറഞ്ഞാൽ ബദലാവലാണ് ഔല അത്ഫാവണേനെ കാട്ടിയും. കാരണം അത്ഫാവുമ്പോൾ ഒരു മുഷ്തഖായ ഒന്നിനാണ് നമ്മൾ പരിഗണിക്കുക. ബദലാവുമ്പോൾ മുഷ്തഖാവണം എന്നില്ല. അപ്പോൾ മുഹമ്മദീൻ എന്ന് പറയുമ്പോൾ ഒരു പേരാണല്ലോ, ഇസ്മാണല്ലോ. ഇഷ്തിഖാഖിൻ്റെ ഒരു എന്തല്ല ഒരു ഇഷ്തിഖാഖ് ഉദ്ദേശിക്കുന്നൊരു സംഭവമല്ല. അത്ഫ് ബയാൻ ബദലും ആവാം. പക്ഷെ ബദലാണ് ഔല അത്ഫ് ബയാനെ കാട്ടിയും. എവിടെ ദർസി പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ അത്ഫ് ബയാൻ ജായിസാണ്, ബദലുമാണ്. പക്ഷെ ബദലാണ് ഔല അത്ഫ് ബയാനെ കാട്ടിയം. കാരണം ഇഷ്തിഖാഖ് ഉള്ളതിനാണ് അത്ഫ് ബയാനാക്കുക. എന്താണ് ഇഷ്തിഖാഖ് ഇല്ലാത്തതിനോ അല്ലെങ്കിൽ ഇസ്മായതിന് എന്ത് ചെയ്യും, ബദൽ കൊടുക്കലാണ് ഔല, ബദലിയത്ത്. അപ്പോൾ അഫ്ദൽ ഖൽഖിഹി ആയ അതാരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അത്ഫ് ബയാൻ വരാ. അല്ലെങ്കിൽ അഫ്ദൽ ഖൽഖാരാ മുഹമ്മദ്, അതന്നെയാണ് ഇതന്നെ അത് അല്ലേ. ആരാന്ന് വിശദീകരിക്കണ്ട. സയ്യിദുൽ മുർസലീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ സയ്യിദുൽ മുർസലീൻ്റെ നൂനിൻ്റെ അവിടെയാണ്. ഇത് നൂനിയായ സജാണ് ഇവിടെ. അപ്പോൾ വഉസല്ലി വഉസല്ലിമു അലാ അഫ്ദലി ഖൽഖി മുഹമ്മദിൻ സയ്യിദുൽ മുർസലീൻ അൽ ഖായിലി. അൽ ഖായിൽ ആരാ? അഫ്ദലി ഖൽഖ് ഖായിൽ. എങ്ങനത്തെ ഖായിൽ? മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ. ഐ അവിടെ ആ തൻവീന് ഇവള ഖൈറൻ കാമിലൻ്റെ അർത്ഥം. ആ തൻവീൻ എന്താ? തൻവീൻ ഇവദ് അൻ കലിമ, അൻ കലിമ എന്താണ്? കാമിലൻ.
ആ തെൻവീനിലാണ് ആ തെൻവീൻ എത്ര നവാസ ഷെയ്ഖ്? 4, 11 ടോട്ടല്. പക്ഷേ 4 എണ്ണാണ് മഷൂറായത്. ഏതൊക്കെ? തൻവീൻ തംകീൻ, തൻവീൻ തൻകീർ, ഇവദ്, മുഖാബല. തൻവീൻ തംകീനിനെ കുറിച്ചിട്ടല്ലേ അൽഫിയ പറഞ്ഞു വഹ്കും ബിതൻകീരിൽ ലദീ യുനവ്വനു മിനാ വതൻവീനി സിവാഉ ബയ്യിനു. നക്കിറത്തും മാരിഫത്തും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളത്. തൻവീൻ തൻകീർ മബ്നികളിൽ വരുന്നത്. തൻവീൻ ഇവദ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഖൈറൻ വന്ന പോലെ. തൻവീൻ മുഖാബല എന്ന് പറഞ്ഞാൽ ജമഅ മുഅന്നസ് സാലിമിൽ വരുന്നത്. ആരേലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ ആ ഇത് തൻവീൻ ഇവദാണല്ലോ ഖൈറൻ്റെ. എങ്ങനത്തെ ഖൈർ? കാമിലായ ഖൈർ. ആ കാമിലായ ഖൈർ. അപ്പോൾ ഇത് സജ 2 സജ, നൂനോണ്ട് 2 അല്ല 3 സജ ആണ്. في الدين وعلى آله وصحبه مدة ذكر الذاكرين وسهو الغافلين. مدة ذكري അതായത് ഉസല്ലി വസല്ലിമു മുദ്ദത ദിക്രി. മുദ്ദത തഅല്ലുഖ അവിടെ സലാത്ത് സലാമിൻ്റെ മേലിലാണ്. ദിക്രി ദാക്കിരീൻ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത്. ദാക്കിരീൻ ലില്ലാഹി, ദാക്കിരീൻ ഐ ലില്ലാഹി അള്ളാഹുവിനെ. വസഹ്വി തഅല്ലുഖു ഉസല്ലി വസല്ലിമു, അതായത് മുദ്ദത്തിൻ്റെ താല്ലുക്കാണ് ഇതൊക്കെ. മുദ്ദത്താണ് താല്ലുക്ക്, അല്ലാതെ സഹവും ഇതല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സജ ഇങ്ങനായി മാറും. وأصلي وأسلم على أفضل خلقه محمد سيد المرسلين القائل من يرد الله به خيرا يفقهه في الدين وعلى آله وصحبه مدة ذكر الذاكرين وسهو الغافلين. 3 സജ. ബാഇൻ്റെ 3ഉം ഹാഇൻ്റെ 2ഉം നൂനിൻ്റെ 3ഉം. ഇനിയുണ്ട് നൂനിൻ്റെത് ഇനി വരുന്നുണ്ട്. ഇനി ബാഇൻ്റെ 2 എണ്ണം ഉണ്ട്, നൂനിൻ്റെ 4 എണ്ണം ഉണ്ട്. മുഖദ്ദിം എപ്പോഴും മസ്ജൂഅ ആയിരിക്കും മിക്ക സമയത്ത്, എപ്പോഴും അല്ല. ഹാദാ കിതാബുൻ, ഇതായിരിക്കുന്നു, ഈ കിതാബായിരിക്കുന്നു. ഹാദാ എന്നറിയുമ്പോൾ ഹാദിർ ദിഹ്നാനാണ്. ശരിക്കും പറഞ്ഞ ഹാദിർ ദിഹ്നൻ എന്ന് പറയും. ശരിക്കും ഹാദാ എന്നറിയ ഇഷാറ എന്തിന്? മൗജൂദിനുള്ള ഇഷാറത്താണ്. അപ്പോൾ ദിഹ്നിയിൽ ഹാദിർ എന്ന് പറയുമ്പോൾ മൗജൂദിൻ്റെ സ്ഥാനത്ത് അത്രയും ഹുദൂറായി മൗജൂദാണ് എന്ന് ഉറപ്പിച്ചോളൂ എന്ന് പറയുന്ന സ്ഥാനത്തായത് കൊണ്ടാണ് ഹാദിർ ദിഹ്നൻ എന്ന് പറഞ്ഞത്. വൈല്ല ദിഹ്നിയിൽ ഹാദിറിനെ ഹാദാ എന്ന് വിളിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അത്രയും ഞാനത് കൊടുന്ന് എന്നുള്ള സ്ഥാനത്തായപ്പോൾ ദിഹ്നിയിൽ ഹാദിറായത് അങ്ങനെയാണ്. അതിനാണ് ഞാൻ ഇഷാറത്ത് കൊടുക്കുന്നതെന്നായി. മനസ്സിലായ? അതായത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എഴുതി തീർക്കാം. അത്രയും എളുപ്പമുള്ള ഒരു തക്കല്ലുഫില്ലാതെ ശേഖരിക്കേണ്ട സംഭവമല്ല. ബിൽഖുവത്തല്ല, ബിൽഫിഅൽ ഉണ്ട്. ബിൽഖുവത്തായിരിക്കരുത്, ഹാദാന്ന് ഉപയോഗിക്കില്ല. അങ്ങനെ അയാളെ തലയിലുണ്ട് എന്ന് വെച്ചിട്ട് കാര്യമല്ലല്ലോ. നിങ്ങളെ തലയിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. നിങ്ങളെ തലയിൽ അത് ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന, ബിൽഫിഅലി കൊണ്ടുവരാൻ പറ്റുന്ന രീതിക്കുള്ളെങ്കിലാണ് ആ ഹാദ ആവുള്ളൂ. അൽ ഹാദിറു ദീനൻ, ഈ ദീനിൽ ഹാദിറാവുന്നത് മജാസിയായിട്ട് തന്നെ. പക്ഷെ അത്രയും ഖുർബ് വന്നപ്പോൾ ഇതിൻ്റെ ഹുക്മ അതിന് കൊടുത്തതേ ഉള്ളൂ. മനസ്സിലായ? ഹാദാ കിതാബുൻ, ഈ കിതാബ് ഫി ഗായത്തിൽ ഇഖ്തിസാരി, ഏറ്റവും ഗായത്ത് മുൻതഹ, അവസാനം. ഗായത്തിൽ ഇഖ്തിസാരി വത്തഹ്ദീബ്, തഹ്ദീബ് എന്ന് പറഞ്ഞാൽ നന്നാക്കൽ. വദഅതുഹു എന്ന് പറഞ്ഞത് ഞാൻ എന്ത് ചെയ്ത്? വദഅതുഹു സമ്മൈതു അല്ല, ഇത് വെച്ചത്. വദഅ അറിയാലോ, പറഞ്ഞ് വദഅ ശൈഉ ലുഗത്ത് വദഅ ചെയ്തത് എന്നൊക്കെ പറയൂല്ലേ. വദഅതു ഞാൻ വെച്ചു, ഈ കിതാബിനെ ഉണ്ടാക്കിയെന്ന്. അലൽ കിതാബി, ഒരു കിതാബിൻ്റെ മേലിൽ. അലൽ കിതാബി അൽ മുസമ്മ, എങ്ങനത്തെ കിതാബ്? അല് അഹദ് ദിഹിനിയാണ്, നിങ്ങൾ തലയുള്ള കിതാബ്. അൽ മുസമ്മ ബി തഖ്രീബ്, തഖ്രീബ് എന്ന് പേര് വെച്ച കിതാബ്. നഅം ലിയൻതഫിഅ ബിഹിൽ മുഹ്താജു. ലിയൻതഫിഅ എന്ന് പറഞ്ഞത് എന്താണ്? അങ്ങനെ പേര് കാണേണ്ട
മത്നബി ഷുജാൻ തഖ്രീബ് എന്നുള്ള പേരുണ്ട്. ലിയൻതഫിഅ ബിഹിൽ മുഹ്താജു, അത് ഇല്ലത്താണ്. വളഅതു എന്തിനായാ വെച്ചത്? മുഹ്താജ്, അതായത് മിനൽ മുബ്തദിഈൻ, മുബ്തദിഈങ്ങളിലത്തെ ഔഷപ്പെടുന്ന, അതായത് ഹാജത്തുള്ളവർക്ക് നഫ്അ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ കിതാബ് രചിച്ചിട്ടുള്ളത്. നാം നാം ലിഫുറൂഇ ശരീഅത്തി വദ്ദീൻ. മുഹ്താജ് എന്തിൻ്റെ മുഹ്താജ്? ലിഫുറൂഇ ശരീഅ. മുഹ്താജ് ഫറഈനല്ലേ, അതായത് മുബ്തദിഈങ്ങളിൽ ഹാജത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ നഫ്അ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കിതാബ് രചിച്ചത്. എന്തിൽക്കാ ഹാജത്ത്? ഫുറൂഇദ്ദീൻ, ശരീഅത്തിൻ്റെ, അതായത് ഫിഖിൻ്റെ മസായിലുകൾ. ഇനി രണ്ടാമത്തെ ഇല്ലത്ത് വലിയകൂന. രണ്ടാമത്തെ ഇല്ലത്ത് എന്താ? വസീലത്തൻ, വസീലത്താവാൻ, ലിനജാതി എന്ന്, യൗമദ്ദീൻ, നജാത്ത് രക്ഷപ്പെടാൻ, വർഫ് യൗമദ്ദീൻ. വനഫ്അൻ മൂന്നാമത്തെ ഇല്ലത്ത്, ലി ഇബാദിഹിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് നഫ്അ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആദ്യം പഠിഞ്ഞ് മുഹ്താജിനെ എളുപ്പമാവാൻ വേണ്ടിയിട്ട്, നഫ്അ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പിന്നെ ഖിയാമുന്ന രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, പിന്നെ ആൾക്കാർക്കൊക്കെ ഉപകാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. മുസ്ലിം സഹോദരനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളൊരു പഠിക്കുക, പിന്നെ ഉൾക്കൊള്ളുക, പിന്നെ പഠിപ്പിക്കുക. نعم قال إنه نعم അത് ക്ലിയറായ? ശരിക്കും പറഞ്ഞു വനഫ്അൻ ലി ഇബാദിഹി, വനഫ്അൻ എന്ന് പറഞ്ഞത് ലി ഇബാദിഹിൽ മുസ്ലിമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഖൈദാ തോന്നും. മുസ്ലിങ്ങളായ അബ്ദുകൾക്ക് നഫ്അ ഉണ്ടാവുക, അത് ശരിക്കും ഖൈദല്ല, നഫ്അ ഉണ്ടാവുക എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശമുള്ളൂ. നഫ്അ ലി ഇബാദിഹി, അള്ളാഹുവിൻ്റെ മുസ്ലിമീങ്ങളായ അടിമകൾക്ക് മാത്രം നഫ്അ ഉണ്ടാവുക എന്നല്ല അവിടെ. അത് ഖൈദല്ല, ഗലബത്താണ്. നഫ്അ ഉണ്ടാവുന്നത് മുസ്ലിങ്ങൾക്കാണ്, അല്ലാത്തവർക്ക് നഫ്അ ഉണ്ടാവാലോ. അവരിത് പഠിക്കാൻ നോക്കാം, മസാലത്ത് നോക്കിയിട്ട്. എന്തേ ഉണ്ടാവാമല്ലോ, ഇതൊക്കെ കണ്ട് ഇതൊക്കെ നോക്കിയപ്പോൾ മുസ്ലിമായി. അല്ലെങ്കിൽ ഫിഖിൻ്റെ മസാലത്തും ഇതും കൂടി കമ്പാരിസൺ നോക്കിയപ്പോൾ ഇതിൻ്റെ ഹുക്കുമുകൾ നന്നായി തോന്നി. അപ്പോൾ ഗലബത്ത് നഫ്അ ഉണ്ടാവില്ല ആർക്കാണ്? അതുകൊണ്ട് അത് ഖൈദല്ല, ഇബാദുൽ മുസ്ലിം ഖൈദല്ല കേട്ടോ. കാരണം ഖൈദല്ല, അസ്ല് ഗലബത്ത് എന്ന് പറയണ്ട, അസ്ല് മുസ്ലിങ്ങളാണ്, ബാക്കിയുള്ളതൊക്കെ തബഅാണ് ഫായിദത്തിൽ. അങ്ങനെ ആക്കാം. അപ്പോൾ ഇവിടുത്തെ സജ അങ്ങനെയാണ്. ഹാദാ കിതാബുൻ ഫീ ഗായത്തിൽ ഇഖ്തിസാരി വത്തഹ്ദീബ് വദഅതുഹു അലൽ കിതാബിൽ മുസമ്മാ ബിത്തഖരീബ്. അപ്പോൾ ബായിൻ്റെ രണ്ട് സജ. لينتفع به المحتاج من المبتدئين لفروع الشريعة والدين وليكون وسيلة لنجاة يوم الدين ونفعا لعباده المسلمين. عندنا على سجع إنه سميع دعاء عباده. هذا إننا موكا ഇന്നഹു സമീഉൻ ദുആഅ ഇബാദി എന്നൊക്കെ. പക്ഷേ അതിനെക്കാട്ടി അവിടെ സമീഉ ദുആഅ ഇബാദി അസ്ലി ഇളാഫത്താണ്. സമീഉൻ ദുആ, അപ്പോൾ ആ തൻവീന് എന്ത് കൊടുക്കണം? ഇവന്ന് കൊടുക്കണം. സമീഉൻ തൻവീന് ഇതൊക്കെ അസ്ലി തൻവീനല്ലോ. ഇന്നഹു അതൊരു ഇസ്തിനാഫിയായ ജുംലയാണ്, പക്ഷേ തഅലീലിൻ്റെ ഒരു ജുംലയാണ്. കാരണം മുമ്പ് ദ്വാരുന്നതിൻ്റെ ഇല്ലത്ത് എന്താണ്? അള്ളാഹു കേൾക്കുന്നവനാണ് എന്നൊക്കെയുള്ള ഇല്ലത്ത് കൊണ്ടാണ്. അപ്പോൾ ഇന്നഹു ശരിക്കും ലഫ്ളി നോക്കുമ്പോൾ ഇസ്തിനാഫാണ്, മാന നോക്കുമ്പോൾ ഒരു തഅലീലാണ്. ലി അന്നഹു, മനസ്സിലായോ? അപ്പോൾ നമുക്ക് രണ്ട് വജു കൊടുക്കാം അവിടെ. അന്നഹു എന്ന് കൊടുക്കുക, ലാമ ഹദ്ഫ് ചെയ്തിട്ട് തഖ്ദീർ ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ വാഹിറായ ഇല്ലത്തായി. ഇന്നഹു എന്നറിയുമ്പോൾ ഇസ്തിനാഫിയായി മാനയിൽ ഇല്ലത്തുമായി. പറഞ്ഞു തരിക. ഇന്നഹു എന്നറിഞ്ഞെന്തും കുഴപ്പമില്ല, അന്നഹു എന്നറിയുന്നതും കുഴപ്പമില്ല. അന്നഹു എന്നറിഞ്ഞാൽ ഈ അന്നഹു എന്നറിയണ പോലെ ഇലാമ ഹദ്ഫ് ചെയ്തിട്ട് ഇസ്തിനാഫായി, പക്ഷേ മാനയിൽ ഇല്ലത്തുണ്ട്. കാരണം അള്ളാഹു ഇതൊക്കെ കേൾക്കുന്നു, ദുആ ഒക്കെ കേൾക്കുന്നു എന്നറിയുന്നത് മുമ്പത്തെ ദ്വാരുന്നതിൻ്റെ ബാക്കിയല്ലേ. ഞാൻ ദ്വാരുന്നു, എന്നിട്ട് അള്ളാഹു ഇതൊക്കെ കേൾക്കുന്നവനാണെന്ന് അറിയുന്നു.
ഇന്നഹു സമീഉ ദുആഇ ഇബാദിഹി വഖരീബും മുജീബ് ومن قصده لا يخيب وإذا سألك عبادي عني فإني قريب. അത് പൂർത്തിയാക്കലും ഉദ്ദേശമാണ്, പക്ഷെ സജായിന് വേണ്ടിയിട്ട് ബാഇൻ്റെ അവിടെ നിർത്തിയതാണ്. അതായത് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫലസ്തജീബു ലി വലിയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. ആ ആയത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് ഓതാം. അപ്പോൾ ഇവിടുത്തെ സജാകൾ എങ്ങനെയാണ്? ഏകദേശം ഇവിടെ വരെ സജാ വരുള്ളൂ. എന്താണ് ഇവിടുത്തെ സജാ? ബാഇയായ സജാ ആണ്, 3 എണ്ണം. ഇന്നഹു സമീഉ ദുആഇ ഇബാദിഹി വഖരീബും മുജീബ് വമൻ ഖസദഹു ലാ യഖീബ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് വഅലം. തീർച്ചയായും അറിയുക. അത് ആ ലഫ്ദ് കൊണ്ടുവരുന്ന, അതായത് അതിന് ശേഷമുള്ളത് ശ്രദ്ധിക്കണം എന്നറിയാൻ വേണ്ടിയിട്ട് ഈ ഇലം കൊണ്ടുവരാം. നാം അന്നഹു യൂജദു ഫി ബഅദി നുസഖി ഹാദൽ കിതാബി ഫി ഗൈരി ഖുത്ബത്തിഹി. ഖുത്ബത്തിലല്ലാതെ, അതായത് തുടക്കത്തിലല്ലാതെ ചില കോപ്പികളിൽ ഈ കിതാബ് മത്നബി ഷുജാഇൻ്റെ കോപ്പികളിൽ കാണാൻ പറ്റും തസ്മിയതുഹു താറത്തൻ ബിത്തഖ്രീബ്. ചിലതിൽ തഖ്രീബ് എന്ന് കാണേണ്ട പേര്, വതാറത്തൻ ബിഗായത്തിൽ ഇഖ്തിസാർ. ചിലതിൽ ഗായത്തിൽ ഇഖ്തിസാർ എന്ന് കാണേണ്ട പേര് ശരിക്കും ഇട്ടുണ്ടാവില്ല. പിന്നീട് കണ്ടവർ മത്നബി മുഖദ്ദിം ഓതുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ യസ്ഹുല അൽ മുത്തഅല്ലിം റസൂൽ യഖ്റുബ അലൽ, അപ്പോൾ ഖരീബ അങ്ങനെ ഞാൻ വെച്ചുതരാം. ഖൽ ഫലിദാലിക, അങ്ങനെ വ്യത്യാസം വന്നതുകൊണ്ട് ഞാൻ 2 ഇസ്മ കൊടുത്ത്. ഫലിദാലിക സമ്മൈതുഹു ബിസ്മൈനി, 2 ഇസ്മ കൊടുത്ത് ഞാൻ ഇതിന്. അതായത് 2 ഒരുമിച്ചിട്ട് എന്നല്ല, 2ൽ ഒരു ഇസ്മ. ഏതാണ് പേര്, അതിൻ്റെ പേര് ഇത്. അങ്ങനെ അഹദുഹുമ, ആദ്യത്തെ പേര് ഫത്ഹുൽ ഖരീബുൽ മുജീബ് ഫി ശർഹി അൽഫാദി തഖ്രീബ്. അതിൽക്ക് ഇഷാറത്തൈനാണ് ഇന്നഹു സമീഉ ഖരീബും മുജീബ്, സമീഉ ദുആഇ ഇബാദി വഖരീബും മുജീബ് എന്ന് പറഞ്ഞത്. വസ്സാനി അൽ ഖൗലുൽ മുഖ്താർ ഫി ഷർഹി ഗായത്തുൽ ഇഖ്തിസാർ. അപ്പോൾ ഗായത്തുൽ ഇഖ്തിസാർ ആ പേരെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിതാബിൻ്റെ പേരെന്താ? അൽ ഖൗലുൽ മുഖ്താർ ഫി ഷർഹി ഗായത്തുൽ ഇഖ്തിസാർ. ഇനി കിതാബിൻ്റെ ഷർഹി കിടക്കുകയാണ്. ഖാല ഷെയ്ഖ്, ഖാലൻ്റെ മഖൂൽ വരും ഇൻഷാ അല്ലാഹ്. ഖാലൻ്റെ മഖൂലാണ് ബസ്മല. ഖാലൻ്റെ മഖൂലാണ് ബസ്മല. നഅം. ഖാല الشيخ الإمام أبو الطيب أبو شجاع، ويشتهر أيضا بأبي شجاع شهاب الملة والدين أحمد بن الحسين بن أحمد، نعم، الأصفهاني. سقى الله ثراه صبيب الرحمة والرضوان. سقى الله ثراه قبرنا الله عند رحمة അതാണ് റിദ്വാനും തൃപ്തിയുടെ. വഅസ്കനഹു അഅലാ ഫറാദീസിൽ ജിനാൻ. ഇതും മസ്ജൂആണ്, നൂനു. തയ്യിബ്. എന്താണ് പറഞ്ഞത്? അൽഹംദുലില്ലാഹി അല്ല ബിസ്മില്ലാഹിർ റഹ്മാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബ്തദിഉ കിതാബി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബ്തദിഉ കിതാബി. ഇവിടെ അബ്തദിഉ എന്നാണ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അബ്തദിഉനെക്കാട്ടിയും ഔല അല്ലിഫു ആണ്. മുസന്നിഫ് റഹിമഹുല്ലാഹ് ഷാരി പറഞ്ഞു അബ്തദിഉ കിതാബി എന്നാ. ബസ്മലത്ത് കൊണ്ട് കിതാബ് തുടങ്ങി. ഖാലൻ്റെ മഖൂലാണ് അബ്തദിഉ കിതാബി ഹാദ. ഈ കിതാബ് ഞാൻ തുടങ്ങുന്നു ബിസ്മി കൊണ്ട്. നോക്ക്, ഒരു ഹർഫ് ജറിന് മുതഅല്ലഖ് ഉണ്ടാവണം. എന്തുണ്ടാവും? ഒരു മുതഅല്ലഖ് ഉണ്ടാവും ജറാണെങ്കിൽ, അല്ലെങ്കിൽ ആ ബാസായിദായിട്ട് കൂട്ടും തഅല്ലുഖില്ലെങ്കിൽ. തഅല്ലുഖ് മഹ്ദൂഫാണ്. മഹ്ദൂഫാവുമ്പോൾ എന്തിൻ്റെ മേൽക്കാണ് മഹ്ദൂഫ്? ഒരു ആമാണോ ഖാസാണോ? ഖാസാണ്. ഇവിടെ പറഞ്ഞ് അബ്തദിഉ എന്ന് പറയുമ്പോൾ ചിലർ പറഞ്ഞ് അബ്തദിഉ ആക്കലാണ് ഔല. കാരണം അതൊരു ഖാസായ ഒരു പ്രവൃത്തിയാണ്, ഒരു ഫിഅലാണ്. തുടക്കം മാത്രമല്ല, അത് കോമണായ ഫിഅൽ. എല്ലാത്തിനും ഒരു ബിദായത്ത് ഉണ്ടല്ലോ. അപ്പോൾ ബിസ്മി ആവുമ്പോൾ എല്ലാ പ്രവൃത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയായി. അഫ്ആലുൽ ഉമൂമല്ലല്ലോ.
കൗനുഹു എന്ന് പറയണ പോലെ കായിനുൻ ഹാസിലുൻ എന്ന് പറയണ പോലെ അല്ലല്ലോ അബ്തദിഉ. എല്ലാത്തിൻ്റെ തുടക്കം ആയി എന്നല്ല പറയുന്നത്. അപ്പോൾ അതല്ലേ അല്ലിഫു എന്ന് അറിയണതിനെക്കാട്ടിയും ഔല. ഞാൻ പറഞ്ഞു അല്ല, അല്ലിഫു ആണ് ഔല അബ്തദിഉനെ കാട്ടിയും. കാരണം അല്ലിഫു എന്ന് പറയുമ്പോൾ അത് ഖാസായ ഫിഅലാണ്, അബ്തദിഉം ഖാസായ ഫിഅല. ഇവർ ആമാണെന്ന് അർത്ഥത്തിൽ വെച്ചാലും ഖാസായ ഫിഅലാണ്. കാരണം ഒരു ഫിഅലിൻ്റെ തുടക്കം എന്നുള്ള ഒരു ഫിഅലാണല്ലോ, ഹാസിലും കായിനും അല്ലല്ലോ, ഒരു ഫിഅലാണല്ലോ. തുടക്കത്തിൽ ഫിഅലിൻ്റെ തുടക്കത്തിൽ വരുന്ന ഒരു ഫിഅല്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം വരുന്നത് തുടങ്ങുമ്പോൾ ഞാൻ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ തുടങ്ങണതിൻ്റെ മുമ്പ് തന്നെ നിങ്ങൾ ചെല്ലണതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങി കഴിഞ്ഞു. ഞാൻ ബിസ്മി ചെല്ലിയിട്ട് തുടങ്ങുന്നു എന്ന് അറിയുമ്പോൾ ബിസ്മി തുടങ്ങണതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങി നിങ്ങൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബ്തദി. നിങ്ങൾ ഇബ്തിദാ ഉണ്ടാവണതിൻ്റെ മുമ്പ് ബിസ്മി ചെല്ലിങ്ങി. അപ്പോൾ ഇബ്തിദാ എവിടെ? അങ്ങനെ എവിടെ? ഞാൻ ബാത്റൂമിൽ ചെല്ലേണ്ടതിൻ്റെ മുമ്പ് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബ്തദിഊ എന്നറിഞ്ഞ് ഇബ്തിദായിൻ്റെ മുമ്പ് ബിസ്മിയും കഴിഞ്ഞ്. അപ്പോൾ അബ്തദി മനസ്സിലായില്ല. ബിസ്മി ചൊല്ലി ഞാൻ കഴിക്കാമെന്നറിഞ്ഞ്, കഴിക്കണതിൻ്റെ തുടക്കമല്ലേ ബിസ്മി വരേണ്ടത്? കഴിക്കണതിൻ്റെ മുമ്പേ നിങ്ങൾ ബിസ്മി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എവിടെ ഒരുമിച്ച് നടക്കില്ല. അപ്പോൾ ബിസ്മി പറഞ്ഞു, നിങ്ങൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നു എന്ന് അറിയണതിൻ്റെ മുമ്പ് തന്നെ തീർന്ന് സാധനം. അപ്പോൾ അബ്തദിഇനെ കാട്ടിയാവില്ല എന്താ? ഓരോ ഖാസായ ഫിഅലിന് ഖാസായി മുഖദ്ദർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ ആക്കുലുമായി. അബ്തദിഉ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫിഅൽ തുടങ്ങണതിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ബിസ്മി തീർന്ന് നിൽക്കണം. മനസ്സിലായാ? പറഞ്ഞു കഴിഞ്ഞാ അബ്തദിഉ തഖ്ദീർ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന്. തുടങ്ങണതിൻ്റെ മുമ്പ് തന്നെ തീർന്നെന്ന്. നിങ്ങൾ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് തിന്നെന്ത് തുടങ്ങുന്നു എന്നറിയുമ്പോൾ തിന്ന് തുടങ്ങിയിട്ടില്ല, അതിൻ്റെ മുമ്പ് ബിസ്മി ചെല്ലുന്നു. അപ്പോൾ നിങ്ങൾ ബിസ്മി കൊണ്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞ്, പക്ഷേ നിങ്ങൾ ബിസ്മി അവസാനിച്ചിട്ടാണ് ഭക്ഷണം തുടങ്ങിയത് തന്നെ. ബിസ്മിയുടെ ബിസ്മി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ അതിൻ്റെ തവറുക്കായിട്ട് ഞാൻ തിന്നുന്നു. തുടങ്ങുന്നു എന്നല്ല, തിന്നൽ തുടങ്ങുന്നു എന്നല്ല, തുടങ്ങുന്നു എന്നാവില്ല. കാരണം തുടങ്ങണതിന് മുമ്പ് തന്നെ നിങ്ങൾ തീർന്ന്, ഫിഅലിൻ്റെ മുമ്പ് തന്നെ ബിസ്മി തീർന്ന് നിൽക്കണ്. അല്ലിഫു ആവട്ടെ, ആക്കുലു ആവട്ടെ, അഷ്റബ് ആവട്ടെ, അവിടെ ശരിക്കും ഓരോ ഫിഅലിൻ്റെ താലൂക്ക് ഖാസാവണം എന്നാ, ആമാവണം എന്നല്ല. ഒന്ന്. രണ്ട്, ഖാസാണ്. അബ്തദിഉ ഒരു ഖാസാണ്, അല്ലിഫു ഒരു ഖാസാണെന്ന് പറഞ്ഞ് അബ്തദിഉൻ്റെ അഫ്രാദ് കൂടുതലാണ്, അല്ലിഫിൻ്റെ അഫ്രാദ് കുറവാണ് എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം വരുന്നത് അബ്തദിഉ എന്ന് പറയുമ്പോൾ തുടങ്ങണതിൻ്റെ മുമ്പ് തന്നെ അവസാനിച്ചു. ആ ഫിഅല് ഞാൻ ബിസ്മി കൊണ്ടാണ്, ബിസ്മിനെ കൂട്ടിയിട്ടാണ് ഞാൻ തുടങ്ങുന്നത് എന്ന് അറിയുമ്പോൾ ബിസ്മിനെ കൂട്ടി തുടങ്ങണതിന് മുമ്പ് ബിസ്മി ഒറ്റക്കായി, പ്രവൃത്തിൻ്റെ തുടക്കം ഒറ്റക്കായി. അപ്പോൾ മുനാസബത്തല്ല, ബിസ്മി എവിടെ ചൊല്ലുമ്പോഴും അതിൻ്റെ മഅ്ദൂഫ് മുഖദ്ദർ എന്താണ്? അതിൻ്റെ ഖാസായ ഫിഅലാണ്. അപ്പോൾ ബിസ്മില്ലാഹി ആക്കുലു, ബിസ്മില്ലാഹി അഷ്റബു, ബിസ്മില്ലാഹി ഉഅല്ലിഫു, ബിസ്മില്ലാഹി അഖ്റഉ, ബിസ്മില്ലാഹി അനാമു, ബിസ്മില്ലാഹി വ്യക്തായ. അപ്പോൾ ഒരു ഇവിടെ പറഞ്ഞ അബ്തദിഉ, ഞാൻ പറഞ്ഞ ഔല അബ്തദിഉ അല്ല ഉഅല്ലിഫു ആണ്. ഇഖ്റ ഇബ്തദി ഖിറാഅത്ത എന്നല്ലല്ലോ പറഞ്ഞത്. മുമ്പേ നമ്മളോട് ഈ ബിസ്മിന്റെ മുമ്പുള്ള ബായിന്റെ പിന്നെ താലൂക്ക് അബ്തദിഉ എന്നാണ് നമ്മളോട്. അബ്തദിഊനെക്കാട്ടി മുഅ്തമദ് അതിൽ നമ്മൾ ഷാജഹാൻ തങ്ങൾക്ക് ഒരു ദർസനുണ്ട്, താലൂക്ക് അതാണോ അല്ലേ എന്ന് ചർച്ച ചെയ്ത് വൈലാവിൻ്റെ തുടക്കത്തിൽ മുമ്പ് എത്ര അരമണിക്കൂറിൻ്റെ അടുക്ക അതിൻ്റെ ഷറഹ് ഇതെടുത്ത് ദർസെടുത്ത് റഹിമഹുല്ലാഹു തആല. നഅം. ഖാൽ അബ്തദിഉ ബികിതാബി ഹാദാ വല്ലാഹി. ബിസ്മി പറഞ്ഞ് ഇവിടെ ശരിക്കും അഫ്രാദുൽ ബസ്മലത്ത് ബാ ഉണ്ട്,
ഇസ്മുണ്ട്, അള്ളാഹ് ഉണ്ട്, റഹ്മാനുണ്ട്, റഹീമുണ്ട്. ഇസ്മു വ്യക്തമായതുകൊണ്ട് കുറേ പറഞ്ഞില്ല. വല്ലാഹി ബിസ്മില്ലാഹിൻ്റെ അല്ലാഹി ഇസ്മുൻ, അതൊരു ഇസ്മാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്മ എന്ന് പറഞ്ഞാൽ ഇസ്മ എന്ന് പറയണതിനെക്കാട്ടിയും ഔല അലമ് ദാത്ത്, അലമുല്ലിദാത്തി എന്ന് പറയണമായിരുന്നു. കാരണം ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു മദ്ലൂൽ ഉണ്ടാവലാണ്. ഇസ്മ ദാലുൻ അല മദ്ലൂൽ മുസമ്മ. അപ്പോൾ ഇസ്മ ദാത്തിൻ്റെ ഇസ്മിനും ഇസ്മ എന്ന് പറയും, സിഫത്തിൻ്റെ ഇസ്മിനും ഇസ്മു എന്ന് പറയും. പക്ഷെ അലമ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ദാത്തിൻ്റെ മാത്രമായിരിക്കണം. അള്ളാഹ് എന്നുള്ളത് ദാത്തിൻ്റെ അലമാണ്, സിഫത്തിൻ്റെ ഇസ്മല്ല. ബസീർ, ബസർ, സമഅ് സിഫത്താണല്ലോ, ദാത്തിലേക്ക് സൂചിപ്പിക്കുന്നതല്ലല്ലോ, അലമല്ല. അപ്പോൾ അല്ലാഹി എന്ന് പറയും ഇസ്മുല്ലിദാത്തിനെ കാട്ടിയും ഔല അലമുല്ലിദാത്തിയാണ്. അത് ഇസ്മു തഅദീമിൻ്റെ ഇസ്മു എന്ന് പറയുന്നതാണ്. അവിടെ അലമാണ്, അലമുല്ലിദാത്തി. അല്ലാഹ് ഇസ്മുൽ ജലാൽ എന്ന അലമുല്ലിദാത്തിൽ വാജിബിൽ വജൂദ് അൽ മുസ്തഹഖിൽ ജമീഉൽ മഹാമിദ് എന്നല്ലേ. അല്ലല്ല, ഇത് ബിസ്മില്ലാഹിൻ്റെ ഷർഹാണ്, ഇബ്നു ഖാസിമിൻ്റെ ഷർഹ്. ഞാനിപ്പോൾ ദർസ് എടുക്കുന്നത് ഇബ്നു ഖാസിമാണല്ലോ, മത്നബി ശുജാഅല്ലല്ലോ. അപ്പോൾ ഇസ്മിൻ്റെ പകരം അലമ് എന്ന് പറയലായിരുന്നു ഔല. പിന്നെ അള്ളാഹുവിന് അസ്മാ ഉണ്ട്, അതിലത്തെ ഒന്നാണ് അള്ളാഹു എന്ന് പറയുന്നത്. അലമിൻ്റെ വൈരുദ്ധ്യമാവില്ല. കാരണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇസ്മു ദാത്തും ഇസ്മ എന്താണ്, കാരണം അള്ളാഹു ഹയ്യുൻ എന്ന് പറയുമ്പോൾ സിഫത്താണ്, അല്ലെങ്കിൽ അള്ളാഹു റഹ്മാൻ റഹീം സിഫത്ത്. അപ്പോൾ അതിൽ സിഫത്ത് ദാത്ത് ഉണ്ടാവും, സിഫത്ത് അല്ല ഇസ്മു ദാത്ത് ഉണ്ടാവും, ഇസ്മു സിഫത്ത് ഉണ്ടാവും. അപ്പോൾ ഇസ്മുല്ലിദാത്തി എന്ന് അറിയണതിനെക്കാട്ടിയും അലമുല്ലിദാത്തി എന്ന് അറിയണം. ഇത് അലമിയത്താണ്. ലിദ്ദാത്തിൽ വാജിബത്തിൽ വുജൂദി, വാജിബത്തിൽ വുജൂദിന് വാജിബായത്. വുജൂദ് രണ്ട് തരാ, വാജിബ് മുംകിന്. വാജിബുൽ വുജൂദ് ഒന്നേ ഉള്ളൂ അള്ളാഹു. അതിൽ മന്തിഖ് കടക്കൂല, അള്ളാഹുവിൻ്റെ അള്ളാഹ് എന്ന് പറയുന്നത് മുത്തലഖാണോ മുഖയ്യദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പെട മോന്തൊക്കെ കൊടുക്കാം. വാജിബുൽ വുജൂദിൽ മന്തിഖ് കടക്കൂല. ആ ലഫ്ദ് ഇലാഹ് എന്ന് പറഞ്ഞ ലഫ്ദ് ഇങ്ങനെയെന്ന് പറഞ്ഞോളി. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ജിൻസാണോ ആണോ ഫസലാണോ എന്ന് അറിയുമ്പോൾ ഇത് പെണ്ണെടുത്ത് നല്ല കുത്തുകുത്താ. വാജിബുൽ വുജൂദിൽ എന്ത് വരില്ല, മന്തിഖ് കടക്കൂല, ഒരിക്കലും ചർച്ചയിലും കടക്കൂല. അള്ളാഹ് എന്നുള്ള ഇസ്മ അള്ളാഹ് എന്ന ഇതിലല്ല, ആ മുഷ്തഖ് എന്ന് പറഞ്ഞ ഇലാഹി എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഡിക്ഷണറി വരുന്ന അലിഫ്ലാം ഹാഇൻ്റെ ചർച്ചകളാണ് മുത്തലഖാണോ ഖയ്യദാണോ ഇതൊക്കെ വരുള്ളൂ. അത് അങ്ങനെ ലോപിച്ച് എന്ന് പറയുമ്പോൾ അത് ഇഷ്തിഖാഖാണോ അല്ലയോ എന്നുള്ളതാണ് ലുഗവിയായ ചർച്ചയിൽ. ആ ഒരു വാക്കിൻ്റെ ബേസിൽ കൂടി അല്ലാഹ് എന്നുള്ളതിലേക്ക് അവർ കടക്കൂല. പറഞ്ഞത് ആ വാക്ക് ഇവിടുന്ന് വന്നതായിരിക്കാം എന്ന് പറയുന്നു. പക്ഷെ ആ വാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ആ വാക്കിൻ്റെ മേലെ ചർച്ചയില്ല, വന്നതോടുകൂടി അത് അലമായി കഴിഞ്ഞു. പിന്നെ അള്ളാഹുവിനെ തസ്മീത്ത് ഹൽ തഅലമു ലഹു സമീഅ, അള്ളാഹു എല്ലായിടത്തും ആരാ പേരിട്ടത്? നഅം, ഹൽ തഅലമു. ലുഗവികൾക്ക് അറിയണ്ടേ അള്ളാഹ് ഇലാഹിന്ന് വന്നതാണോ, ഇലാഹിന്ന് അള്ളാഹ് ഏതാണോ, അത് അള്ളാഹ് എന്താണ്? ഇപ്പം ഖുർആൻ ഖറഅന്ന് വന്നതാണോ, ഖർനീന്ന് വന്നതാണോ, എന്തിന്ന് വന്നതാണ്? അവർ ലുഗത്ത് ഇത് അറബി ഭാഷയിലല്ലേ ഇതൊക്കെ ഉള്ളത്, അല്ലാണ്ട് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ നിൽക്കല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഗത്ത് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞത് അറബി ലുഗത്തിലോ ഇപ്പോൾ പറ്റോ?
അപ്പോൾ നോക്കുമ്പോൾ അറബി ലോകത്തിൽ പറ്റുകയാണെങ്കിൽ ഇലാഹി എന്ന് വരാമെന്നറിയാം, അലഹേന്ന് വരാമെന്നറിയാം. എനിക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. വല്ലതി അലൈഹി എന്താണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒക്കെ അള്ളാഹു മുഷ്തഖല്ല, ജാമിദാണ്, അള്ളയാണ് എന്ന് പറയുന്നവർ, ഇഷ്തിഖാഖ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അബൂ ഹനീഫ റഹിമഹുല്ലാഹ് അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. ഷാജഹാൻ തങ്ങൾ പറഞ്ഞ് 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളും അങ്ങനെ പറയുന്നു. പക്ഷേ ഞാൻ പരുത്തിയിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല. അള്ളാഹു അലം. അങ്ങനെ മുഷ്തഖല്ല ജാമിദ എന്ന് പറയുന്നത്. ഞാനൊക്കെ ജാമിദ എന്ന് അറിയണവർ തന്നെയാണ്, മുഷ്തഖ എന്ന് അറിയണവരല്ല. തൗഖീഫിയായിട്ട് അങ്ങനെ വന്നാന്നറിയും. കാരണം ഹൽ തഅലമു ലാകിൻ കസീർ മിനൽ ഉലമ യഖൂലൂൻ മുഷ്തഖാണ്. കാരണം അള്ളാഹു ലുഗത്തുൽ അറബിയിലുള്ള ഒന്നാണ്. അറബിയിൽ ഒരു വാക്ക് വരികയാണെങ്കിൽ ഇഷ്തിഖാഖ് ഉണ്ടാവില്ല എന്തായാലും. ജാമിദു ആയിരിക്കാം ഇഷ്തിഖാഖില്ലാണ്ട്. എന്താവട്ടെ, കുറച്ചു നേരം കൂടി കാത്തുന്നാ മതി കുട്ടിയെ. വറഹ്മാൻ നഅം ഖാല റഹിമഹുല്ലാഹ് والرحمن أبلغ من الرحيم. റഹ്മാൻ അബ്ലഗു മിൻ റഹീമാണ്. കാരണം ഖായിദത്ത് പറഞ്ഞില്ല സിയാദത്തുൽ ബിനാ തദുല്ലു അലാ സിയാദത്തുൽ മഅന. പിന്നെ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഹീമും റഹ്മാനിയത്തും വ്യത്യാസം ഉണ്ടല്ലോ. കാരണം റഹ്മാനിയത്ത് എന്ന് പറയുമ്പോൾ ആമ്മാണ്, റഹീമിയത്ത് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രം, അതായത് ഹിദായത്ത്, തൗഫീഖ്, നിസ്കാരം, നോമ്പ്, ദുനിയാവിൻ തുടങ്ങിയ ആഖിറത്ത്. പക്ഷെ അതിൻ്റെ ഫലം ആഖിറത്തിലാണ് കാണാം. അതുകൊണ്ട് റഹീമുൽ ആഖിറ എന്ന് പറഞ്ഞത്, ഫലം ആഖിറത്തിൽ കാണുക. റഹീമഹുമാ എന്നാണ് ഹദീസ്. ഫതുൽ മീനിൽ പറഞ്ഞ റഹ്മാൻ ദുനിയ റഹീമുൽ ആഖിറത്തി എന്ന് പറഞ്ഞു. ഫതുൽ മീനിൽ അല്ലല്ല, രണ്ട് മാനാണ്. ഹദീസി റഹ്മാൻ ദുനിയ വൽ ആഖിറത്തി റഹീമഹുമാ. റഹ്മാനിയത്തോടെ എല്ലാവരുടെ മേലും ഷഫഖത്ത്, ഉമൂമിയായ ഷഫഖത്ത്. ഇല്ലാണ്ട് റഹ്മാനിയത്ത്. അപ്പോൾ റഹ്മാനിയത്ത് ഉള്ളത് കൊണ്ടല്ല ആഖിറത്തിൽ ഹശ്റിയിൽ എന്താ ഷഫാഅത്തുൽ ഉസ്മ പിന്നെന്താ റഹ്മാനിയത്തിൻ്റെ ഭാഗമല്ലേ. പോട്ടെ, പെട്ടെന്ന് നരകത്തിൽ ആൾക്കാരെ കടത്തിച്ച്, അത് റഹ്മാനിയത്ത് തന്നെയല്ലേ. ഉണ്ട് റഹ്മാൻ ദുനിയ വൽ ആഖിറത്ത്. പക്ഷേ റഹീമിയത്തിൻ്റെ ഫലം ആഖിറത്തിലാണ് കൂടുതൽ കാണുന്നത്. ഏതുപോലെ അദ്ദുനിയാ സിജുനുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. എന്താ ദുനിയാവിൽ ഇപ്പോൾ മുഅ്മിനായി നടക്കണ കുറേ ആൾക്കാർക്ക് കുറേ കൊട്ടാരങ്ങളും കുറേ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ആഖിറത്തിലുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇത് സിജൻ തന്നെയാണ്. അയാൾ വലിയ കൊട്ടാരത്തിൽ ജീവിച്ച് വന്ന് നോക്കുമ്പോൾ, ഗൾഫിൽ വന്ന് നോക്കുമ്പോൾ ഒരു ബെഡ് സ്പേസ് കിട്ടുമ്പോൾ അയാൾ പറയും ഇത് എന്തൊരു ജയിലാന്നറിയും. ഇല്ല, അതന്നെ, അതാണ് പറയാ ദുനിയ സിജനുൽ മുഅ്മിൻ എന്ന് അറിഞ്ഞപ്പോൾ ദുനിയ ആഖിറത്ത് അനുസരിച്ച് നോക്കുമ്പോൾ സിജനാണ്. അപ്പോൾ റഹീമിയത്ത് നോക്കുമ്പോൾ ആഖിറത്തിൽ വരുന്ന ഫലങ്ങൾ നോക്കുമ്പോൾ റഹീമിയത്ത്, ദുനിയാവുള്ള റഹീമിയത്ത്, റഹ്മാനിയത്ത് അബ്ലഗ് അമ്മായതുകൊണ്ട്. കാരണം വെളിവാവുന്ന നിഅമത്തുകൾ, ശ്വാസം, ശാരീരികമായ ഖുവ്വത്ത്, സിഹത്തൊക്കെ റഹ്മാനിയത്ത് എന്ന് വരുന്നതാണ്. അതാണ് അബ്ലഗായത്. പക്ഷെ റഹീമിയത്ത് വരുന്നത് ഒന്ന് റഹീമിയത്ത് അസ്തറുവാണ്. അതായത് റഹീമിയത്തിൻ്റെ ശരിക്കും ഫലമൊക്കെ കാണുന്നത് ആഖിറത്തിലെ, ദുനിയാവിൽ എന്നറിയുമ്പോൾ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക. പക്ഷെ റഹീമിയത്ത് തൗഫീഖൊക്കെ ഉണ്ടാവുമല്ലോ. വഖീല മആനിഹി ഗൈറു ദാലിക് വല്ലദി അദഹബു ഇലൈഹി ഹാദൽ മഅന. നഅം ഖാല അൽഹംദുലില്ലാഹി, സർവസ്തുതിയും അല്ലാഹുവിനായിരിക്കുന്നു. അൽഹംദു, ഹംദിൻ്റെ അല്ല് എല്ലാ മഅന വേണമെങ്കിലും വെക്കാം. ഇസ്തിഗ്റാഖിയാണ്, മറ്റേതാണ് മറിച്ച്. അബുൽ അബ്ബാസ് മുർസി റഹിമഹുല്ലാഹ് തങ്ങൾ പറഞ്ഞ ഇസ്തിഗ്റാഖിയ അല്ല, അല്ല് ആദ് ദീനിയാന്നല്ലോ ഉപരി പറഞ്ഞത്. മുർസി റഹിമഹുല്ലാഹ് പറഞ്ഞത് അല്ല് ഇവിടുത്തെ അൽഹംദുലില്ലാഹിൻ്റെ അല്ല് എന്താന്ന് പറഞ്ഞത് അഹ്ദു ദീനി. ആൾക്കാരെ ഹംദ് എന്ന് പറയുമ്പോൾ അള്ളാഹിനല്ലോ ഓർക്കുക, ആ പറയപ്പെട്ട അള്ളാഹിൻ്റെ മേലെ ഹംദ്. പക്ഷേ ഇവിടെ ഇസ്തിഗ്റാഖിയ ആവണ അല്ലാഹു അഅലം. വല്ലദി അദാകദ. നഅം ഖാൽ അൽഹംദുലില്ലാഹി. അൽഹംദുലില്ലാഹി ലാം അവിടെ വരുമ്പോൾ അവിടെ എന്ത് ഹംദ് ഇസ്തിഹ്ഖാഖാണ്. ലാം ഇസ്തിഹ്ഖാഖിയായ ലാമാണ്. അത് നമ്മൾ പറഞ്ഞു ലാം വരുമ്പോൾ രണ്ട് ദാത്തിൻ്റെ ഇടയിൽ വരുന്ന ഒന്നുപോലെ, രണ്ട് ദാത്തിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ തംലീക്ക് വരും, മിൽക്ക്. അതുപോലെ അൽ ഖലമുലി
അൽ ഖലമു മിൽക്കുല്ലി എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ രണ്ട് ദാത്തിൻ്റെ ഇടയിൽ, ഒന്ന് മാലിക്കല്ലാത്ത രണ്ട് ദാത്തിൻ്റെ ഇടയിൽ, ഇതുപോലെ ഡോറിൻ്റെ ഹാൻഡലാണ് അത് എന്നറിയണ പോലെ അൽ മിഖ്ബദു ലിൽ ബാബി. അപ്പോൾ മിൽക്ക് എന്നാണോ വരാ? അങ്ങനെ ഇസ്തിഹ്ഖാഖ് എന്നറിയാം. തഖ്സീസ് അല്ല, ഖാസുൻ മുഖ്തസുൻ, മുഖ്തസാണ് ആ ഡോറിൻ്റെ ഇഖ്തിസാസാണ്. പിന്നെ ഒരു ദാത്തും ഒരു മഅനയും വന്നു കഴിഞ്ഞാൽ അപ്പോൾ മുസ്തഹഖ് അൽഹംദുലില്ലാഹി, അല്ലാഹുവിന് ഹംദ്. അപ്പോൾ അൽഹംദു മുസ്തഹഖുൻ ലില്ലാഹി. നഅം, അൽഹംദുലില്ലാഹി എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസ്മിൻ്റെ മേൽ ഹംദ് അത്ഫ് ചെയ്തില്ല. ഒന്ന് ഫാത്തിഹൽ ചെയ്യാൻ, രണ്ട് ഹംദ് വേറെ ബിസ്മി വേറെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല രണ്ടും രണ്ട് തബറുക്കാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഖാൽ അൽഹംദുലില്ലാഹി ഹുവ സനാഉ വൽഹംദു പറയാം, പക്ഷേ പറയാണ്ടിരിക്കലാണ് ആവൂല തബറുക്കിന് വേണ്ടിയിട്ട്. ആ ഹദീസ് മാത്രം, ഖുർആനിലും അങ്ങനെ തന്നെ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ എന്നല്ലേ? അപ്പോൾ അൽഹംദുലില്ലാഹി സർവസ്തുതിയും അള്ളാഹുനായിരിക്കുന്നു. അത് ഷർഹയാണ്. ഹംദ് എന്താണ്? ഹുവ സനാഉ, അതായിരിക്കുന്നു സനാ. നഅം, സനാ എന്ന് പറഞ്ഞാൽ ഖൈറിന് ഉപയോഗിക്കുന്നത് സനാ. അലല്ലാഹി തആല, അള്ളാഹു തആലൻ്റെ മേൽ. ശരിക്കും പറഞ്ഞാൽ അള്ളാഹു തആലൻ്റെ മേൽ എന്ന് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഹുവ സനാഉ എന്ന് അറിയണതിൽ തന്നെ ലമീറായിട്ട് അള്ളാഹുവിൻ്റെ മേലിൽ നിന്ന് വന്ന് കൂടുതൽ ബയാനാക്കേണ്ട ആവശ്യം എന്താ? കാരണം ആ ഹദ്ദീൽ അത് കടന്നല്ലോ. ഇൻഷാ അല്ലാഹ് അവിടുന്ന് മുതൽ അടുത്ത ദർസിൽ ഹംദും മുഖദ്ദിമ മൊത്തം ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ എടുക്കാം. ഇന്നിപ്പോൾ സമയം തുടങ്ങി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദി. അല്ല, ഇത് ആലമീനും കൂടി തീർക്കണം. കുറച്ച് നേരം കൂടി 5 മിനിറ്റ് കൂടി എടുക്കാം. അപ്പം എന്താ പറഞ്ഞത്? ഹുവ സനാഉ അലല്ലാഹി തആല. ശരിക്കും അലല്ലാ എന്ന് പറയണതിൻ്റെ ആവശ്യമല്ല, ഹുവ സനാഉ എന്ന് പറഞ്ഞാൽ മതി. ഹംദ് എന്താ? സനാ എന്ന് പറഞ്ഞേ. അള്ളാഹുവിൻ്റെ മേൽ സനാ എന്ന് അറിയേണ്ട ആവശ്യമില്ല, കാരണം അത് ഒരു മുളുമറാണ്. കാരണം എന്താ? ഒന്ന് ഹംദ് എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ മേലിൽ മാത്രമല്ലല്ലോ സനാ, അള്ളാഹിൻ്റെ മേൽ മാത്രമല്ലല്ലോ സനാ ഉണ്ടാവേണ്ടത്. അങ്ങനെ വെക്കാം, പക്ഷെ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. അൽഹംദു ഹുവ സനാഉ, അൽഹംദുലില്ലാഹി ഹുവ സനാഉ അലാ ജിഹത്തി തഅദീം എന്ന് പറഞ്ഞാൽ മതി. എന്താവട്ടെ? ബിൽ ജമീലി. താരീഫി ആയിട്ട് ഇവിടെ ആവശ്യമല്ലല്ലോ, ഹദ്ദായിട്ട് ഇവിടെ ആവശ്യമല്ലല്ലോ. കാരണം ലാം ഒന്ന് ഹംദിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിനുള്ള ഹംദ് എന്ന് പറയുമ്പോൾ ഹംദും അള്ളാഹുവിനുള്ള ഹംദും തമ്മിൽ വ്യത്യാസം വരുന്നില്ല. ഹംദ് എന്നുള്ള താരീഫ് വേറെ, അള്ളാഹുവിന് എന്നുള്ളത് വേറെ ആയിട്ട് വരും. അപ്പോൾ ശരിക്കും അലല്ലാഹിൻ്റെ ആവശ്യമല്ല. പിന്നെ ബിൽ ജമീലിന്നും ആവശ്യമല്ല. സനാന്ന് അറിയുമ്പോൾ ജമീൽ ഓട്ടോമാറ്റിക്കായിട്ട് കിടക്കുന്നുണ്ട്. ശരിക്കും ഹുവ സനാഉന്നേ ആവശ്യമുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇവിടെ 3 കാര്യമാണ്. അലല്ലാഹിൻ്റെ ആവശ്യമില്ല, കാരണം മുൾമറായിട്ട് അത് കിടക്കുന്നുണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതുകൊണ്ട്. 2 ജമീൽ വേണ്ട സനായിലുണ്ട്. 3 മഹ്മൂദ് അലൈഹി ആയ അള്ളാഹുവിനെ ഉദ്ധരിച്ചു അലല്ലാ എന്ന് അറിഞ്ഞുകൊണ്ട് മഹ്മൂദ് അലൈഹിനെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്താവട്ടെ? അലാ ജിഹത്തി തഅദീമി, തഅദീമിൻ്റെ ജിഹത്തിയിൽ കൂടി വരണം. അലാ ജിഹത്തി അത്തഅദീമി. ഇല്ല. അപ്പം സനാഉ അലാ ജിഹത്തി തഅദീമി എന്ന് പറയാം. റബ്ബി ഐ മാലിക്കി. റബ്ബിന് കുറേ മാനുണ്ട്, 10ഓളം മാനുണ്ട്. അതിലത്തെ ഒരു മാനാണ് മാലിക്ക്. റബ്ബ് മുറബി തർബിയത്തിൽ നിന്ന് വന്നതാണ്. മാലിക്കത്തിൽ ബൈത്ത് എന്നുള്ള അർത്ഥം മെയിൻ.
അർബാബും മുതഫർരിഖൂന ഖൈർ. അത് തർബിയത്തിൽ നിന്ന് വന്ന റബ്ബ യറുബ്ബു എന്ന് വന്നതാണോ എന്നുള്ളത് അതിന് 10 മഅന ഉണ്ട്. ഖാൽ العالمين بفتح اللام العالمين وهو كما قال ابن مالك رحمه الله تعالى اسم جمع اسمان നോക്ക ആലമീൻ എങ്ങനെ ജിസ്മു ജമ നോക്ക ആലം പ്ലസ് ആലം പ്ലസ് ആലം, അതായത് ജമ മുദക്കർ സാലിമാവട്ടെ മുഅന്നസ് സാലിമാവട്ടെ ഈ ജമ എന്നറിയുന്ന സാധനം 3-ലുപരി ജമ ചെയ്യുമ്പോൾ അത് കിട്ടണം. അതായത് ഞാൻ പറയുന്നു സെയ്ദുൻ പ്ലസ് സെയ്ദുൻ പ്ലസ് സെയ്ദുൻ സെയ്ദൂൻ. അപ്പോൾ സെയ്ദൂൻ എന്ന് പറഞ്ഞത് ഈസിക്കൽ ടു സെയ്ദ് പ്ലസ് സെയ്ദ് പ്ലസ് സെയ്ദ് സെയ്ദൂനാണോ? അക്കല്ല് 3 കിട്ടണം, അക്സർ എത്രയാണോ എനിക്ക് കുഴപ്പമില്ല. അതേസമയത്ത് സലാസൂൻ എന്ന് പറയുമ്പോൾ സലാസ പ്ലസ് സലാസ പ്ലസ് സലാസ സലാസൂനാണോ? അപ്പോൾ ശരിയായ ജമ അല്ലത്, അത് മുൽഹഖും ബിൽ ജമ ആണ്. ആ അപ്പോൾ അത് മുൽഹഖ് ബിൽ ജമ ആണ്. ആലം പ്ലസ് ആലമാണോ ആലമൂൻ? അല്ല, ആലം തന്നെ ഒന്നാണ്. പിന്നെ വാവും നൂനും യാവും നൂനും ഉടന്തെന്തിനാ? ആ വാവും നൂ അപ്പോൾ അസ്ല് ജമ അല്ല, അസ്ല് മുൽഹഖും ബിൽ ജമ ആണ്. ഈ ആലം എന്നുള്ള വാക്ക് മുഫ്രദാണെങ്കിലും മാന ജമ്മല്ല വരുന്നത്. ആലം എന്ന് പറയുന്നത് ഇസ്മുൽ ലിക്കുല്ലി മാസി വല്ലാഹ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആലം പ്ലസ് ആലമല്ല ആലമീൻ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ യാവും നൂനും ശരിക്കും പറഞ്ഞാൽ അത് മുൽഹഖും ബിൽ ജമ ആണ്. വആലമൂന ഇല്ലിയൂന കദാ വസ്സീനൂന എന്നല്ലേ അൽഫിയൽ പറഞ്ഞത്. ആലമൂന ഇല്ലിയൂനൊക്കെ എന്താണ്? മുൽഹഖും ബിൽ ജമ ആണ്. ആ തക്ഫീർ അപ്പോഴും തക്ഫീറിന് വേണ്ടിയിട്ടാണ് ആ യാവും നൂന് വരുന്നത്. العالمين بفتح اللام عالمين العالمين كما قال ابن مالك اسم جمع خاص بمن يعقل عقل ഉള്ളവൻക്കാണ് ആ ആലം പറയുള്ളൂ. وليس مفرده عالم. അസ്ബുർ ഖലീലൻ. ചർച്ച വരാൻ പോകുന്നുണ്ട്. ഈ പറഞ്ഞതിൽ ചർച്ച ഉണ്ട്, വലിയ ചർച്ച ഉണ്ട്. സമയമുണ്ടോ ചർച്ചക്ക്? അതായിരിക്കും നല്ലത്. സമയം അത് ആലമ് ഇവിടെ പറഞ്ഞത് ശരിക്കും പറഞ്ഞു മുഅ്തമദ് ഇങ്ങനെ തഹ്ഖീഖ് ഇങ്ങനെയല്ല. അല്ല, ഇതിൻ്റെ തഹ്ഖീഖ് ഇങ്ങനെയല്ല, ഇതൊരു അഭിപ്രായം മാത്രമാണ്. ഇവിടെ ഒരു ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നത് ഒരു അഭിപ്രായമാണ്, ഇബ്നു മാലിക് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. തഹ്ഖീഖ് ഇങ്ങനെയല്ല, തഹ്ഖീഖ് വേറെ ഒന്നാണ്. ഇൻഷാ അല്ലാഹു തആല അത് അടുത്ത ദർസിൽ നമുക്ക് تحقيقية إن شاء الله تعالى. والحمد لله حمدا يوافي نعمه ويكافئ مزيد فضله. اللهم لك الحمد ولك الشكر على نعمائك الكثيرة وآلائك الجزيلة. نسألك تمام النعمة، نسألك شكر النعمة. اللهم لا تقطعنا عن العلم بقاطع ولا تمنعنا عنه بمانع، واصرف عنا شر الدنيا والآخرة. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك.